യൗമ തജിദു കുല്ലു നഫ്സിൻ, ഏതൊരു ആത്മാവും എത്തിക്കുന്നതാണ് അമിലത്ത് ആത്മാവ് ചെയ്തു കൂട്ടിയത് മിൻ ഖൈറിൻ ഖൈറിനാൽ മുഹല്ലറൻ ഹാജരാക്കപ്പെട്ടതായിട്ട്, വമാ അമിലത്ത് ആത്മാവ് ചെയ്തു കൂട്ടിയ മിൻ സൂഇൻ തെറ്റിനാൽ അതും ഹാജരാക്കപ്പെട്ടതായി കണ്ടെത്തും. തവദ്ദു, അന്ന് ഏതൊരു ആത്മാവും കൊതിച്ചു പോകും, ലൗ അന്ന ബൈനഹാ വ ബൈനഹു, ആ ആത്മാവിന്റെയും ഈ തെറ്റിന്റെയും ഇടയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അമദൻ ബഈദൻ, ദീർഘമായ ഒരു വിടവ്. വയുഹദ്ദിറുകുമുല്ലാഹു, അല്ലാഹു നിങ്ങളെ ഭയപ്പെടുത്തുന്നു, നഫ്സഹു, അവനെ പറ്റി തന്നെ, അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വല്ലാഹു റഊഫും ബിൽ ഇബാദ്, അടിമകളോട് അല്ലാഹു വലിയ കൃപയുള്ളവനായതുകൊണ്ടാണ്. നിങ്ങൾ വഞ്ചിതരാകണ്ട എന്ന ഉത്സാരം. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, എന്താണ് ഈ പറയുന്നതിന്റെ ഉദ്ദേശ്യം? കപടവിശ്വാസികളായ ആളുകള് എന്തെങ്കിലും ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നാല് ദുർന്യായങ്ങൾ പറയും. ആ ദുർന്യായത്തെ കണക്കാക്കണ്ട. ഇതിന് തൊട്ട് മുമ്പുള്ള ആയത്തിറങ്ങാനുള്ള കാരണം എന്താ? ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് പറയാണ്, എന്ത് അഹ്സാബ് യുദ്ധത്തിന് പോകുമ്പോൾ നബിയോട് പറയാണ്, നബിയെ, ജൂതന്മാര് തന്നെ 500 ജൂതന്മാര് എന്റെ കൂടെ യുദ്ധത്തിന് പോരും. ജൂതന്മാർക്കെതിരായിട്ട് യുദ്ധത്തിന് പോകാണ് റസൂലുള്ളാഹി. അപ്പോൾ ഇബാദത്ത് ബിൻ സ്വാമിത്ത് എന്ന സ്വഹാബി നബിയോട് പറഞ്ഞു, അദ്ദേഹം ഒരു വലിയ തറവാട്ടുകാരനാണ്, അദ്ദേഹത്തിന് ഭയങ്കര ജൂത വിഭാഗങ്ങളുമായി ബന്ധവും ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നബിയെ, അവർക്കെതിരെ ഞാൻ 500 അവരാളുകളെ തന്നെ എനിക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഈ ആയത്ത്. ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. പറയുന്നത് മനസ്സിലാക്കിയാലേ ഇതിന്റെ ഉള്ളിൽ മനസ്സിലാവുള്ളൂ. പിന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്താണ് ഇറങ്ങിയത്. അത് വേണ്ട നമുക്ക് എന്നെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള ആയത്താണ് ഇറങ്ങിയത്. അപ്പോൾ അത് ആർക്കും മനസ്സിലായതില്ല. എന്തിനാ അവര് നമ്മളെ പിന്തുണച്ച് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടും നബി എന്തിനാണ് അത് നിഷേധിച്ചത് എന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നീട് വെളിവായി ഇവർ തമ്മിൽ ഭയങ്കര ഗൂഢമായ കളി കളിക്കായിരുന്നു. എന്ത്? നബിയുടെ പട്ടാളത്ത് ചേരുക, എന്നിട്ട് അവസാന ഘട്ടത്തിൽ എന്താവുക? ചതിക്കുക. ഇബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു അഹ്സാബ് യുദ്ധത്തിന് മുസ്ലിമീങ്ങൾ പുറപ്പെടുമ്പോൾ റസൂലുള്ളാഹിനോട് പറയാണ്, നബിയെ, എന്നോട് ഈ യുദ്ധത്തിൽ 500ഓളം ജൂതന്മാർ തന്നെ നമ്മളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ആർക്കെതിരാണ് യുദ്ധം? ജൂതന്മാർക്കെതിരാണ് യുദ്ധം. അപ്പൊ ഈ യുദ്ധത്തിൽ ജൂതന്മാരെ കൂട്ടത്തിൽപ്പെട്ട 500 ആളുകൾ ജൂതന്മാർക്കെതിരെ തന്നെ നമ്മളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വിവരം കിട്ടുമ്പോൾ സ്വാഭാവികമായും നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടേ? അപ്പൊ അതിന് നിരുത്സാഹപ്പെടുത്തുന്ന ആയത്താണ് ഇറങ്ങിയത്. എങ്ങനെ നിങ്ങൾക്ക് അവരേറ്റ് ബന്ധമുണ്ടായി? നിങ്ങൾ എങ്ങനെ അവരെ സഹായികളാക്കുക? എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ അവരെങ്ങളെ എന്തിനാണ് അവർ സഹായികളാക്കിയത്? അതിനെ നിരുത്സാഹപ്പെടുത്തുകൊണ്ടുള്ള ആയത്താണ് ഇറങ്ങിയത്. ഈ ആയത്തിറങ്ങിയ വേളയിൽ പല ആളുകൾക്കും ഈ കയ്യിൽ വന്ന ഭാഗ്യത്തിന് എന്തിനെ ഖുർആൻ തട്ടിക്കളഞ്ഞു എന്ന ധാരണയിലുണ്ടായിരുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധ്യപ്പെടുകയാണ് എല്ലാവർക്കും, എന്ത്? നമ്മളെ കൂട്ടത്ത് കൂടിയിട്ട് യുദ്ധഘട്ടത്തിൽ എന്താവുക? നമ്മളെ രഹസ്യങ്ങൾ ചോർക്കുക, എന്നിട്ട് നമ്മളെ പൊളിക്കലായിരുന്നു അവരെ ലക്ഷ്യം. അപ്പോൾ ഒരു എതിരാളിയുടെ സഹായം നമ്മൾ സ്വീകരിക്കുമ്പോൾ 100 വട്ടം ആലോചിക്കണം. ഇതിൽ നിന്ന് ബഹുമാനപ്പെട്ട മദ്ഹബിന്റെ ഇമാമികൾ ലക്ഷ്യം പിടിച്ചിട്ടുള്ളത് പരമാവധി അത്തരം ആളുകളുടെ സഹായം വാങ്ങരുത്. കാരണം ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ചതിക്കും. ബ്രിട്ടീഷുകാരുമായുള്ള യുദ്ധത്തിലെ ടിപ്പുവിനെ സഹായിച്ചിരുന്ന ആളുകൾ തന്നെയാണ് ടിപ്പുവിന്റെ പതനത്തിന്റെയും കാരണം. പിന്നെ ബ്രിട്ടീഷുകാർ മദ്രാസ് സ്റ്റേറ്റ് മൈസൂരും ഏറ്റെടുത്തപ്പോൾ ഇതേ ആളുകൾ തന്നെയാണ് പിന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണാധികാരികളായും മാറിയത്. ആദ്യകാലത്ത് അവർ ടിപ്പുവിന്റെ കൂടെ ആയിരുന്നു, പിന്നെ അവര് ബ്രിട്ടീഷുകാരുടെ കൂടെ. ടിപ്പുവിന് വലിയ നഷ്ടം സംഭവിച്ചു.
ടിപ്പുവിന് നട്ടം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഭൗതികമായ നട്ടം. രാജ്യത്തിന് വേണ്ടി അദ്ദേഹം ഒരു രക്തസാക്ഷിയാണ്. ഇപ്പൊ പരലോകത്ത് അദ്ദേഹത്തിന് നട്ടൊന്നുമില്ല, പക്ഷെ ഈ ലോകത്ത് വലിയ നട്ടം സംഭവിച്ചിട്ടുണ്ട് ടിപ്പുവിന്. ആരൊക്കെയായിരുന്നോ ടിപ്പു ഇവിടെ വിശ്വസിച്ചത്, അതേ ആളുകൾ തന്നെ ടിപ്പുവിനെ ശാസിച്ചത്. ഈ ആളുകൾ തന്നെയാണ് പിന്നെ എന്താവണമെന്നറിയോ, പിന്നെ ഈ ആളുകൾ തന്നെയാണ് ബ്രിട്ടീഷുകാർ മൈസൂർ ഏറ്റെടുത്തപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ ആരായി മാറി? ഇതേ ആളുകളായി മാറി. തെറ്റില്ല, പക്ഷെ അവിടെ എന്ത് ചെയ്യണം? അവിടെ മദാഹിബുൽ അർബഅയുടെ അഭിപ്രായം, മദാഹിബുൽ അർബഅയുടെ 4 മദ്ഹബിലെ ഇമാമിങ്ങൾക്കും ഇവിടെ ഏകോപിച്ച അഭിപ്രായമുണ്ട്. അതായത് അവരെ ഏറ്റെടുത്താൽ മാത്രമേ നമുക്ക് ആ വിഷയത്തിൽ ഖൈറുള്ളൂ എന്ന് മനസ്സിലായാൽ ഏറ്റെടുക്കാം. അതേ സമയത്ത് പൂർണ്ണമായി അവർ നമ്മളെ സഹായിക്കും കൂറുള്ളവരാണെന്ന് ഉറപ്പുവരുത്തണം. അത് ഉറപ്പുവരുത്തിയില്ലെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് സഹായം കിട്ടുമെങ്കിലും ഒഴിവാക്കലാണ് നല്ലത്. കാരണം അവർ കൂട്ടത്തിൽ കൂടി നമ്മളെ രഹസ്യം ചോർക്കും. ഇസ്ലാമിക സമാജത്തിൽ ഇസ്ലാമിക വിരുദ്ധരുടെ ഒരു പ്രത്യേക ഘട്ടത്തിൽ, ഒരു നയതന്ത്ര ബന്ധങ്ങൾ വഷളാകുന്ന ഘട്ടത്തിൽ, അതാണ് ഈ ഘട്ടം, യുദ്ധം. ഇസ്ലാമിക രാജ്യങ്ങളുടെ നിയമമാണിത്, അല്ലാതെ ഇന്ത്യയിൽ ഈ നിയമങ്ങളൊന്നുമില്ല. ഇന്ത്യയിൽ യുദ്ധമല്ലല്ലോ. ഇന്ത്യയിൽ എന്ത് യുദ്ധമാണുള്ളത്? ഇന്ത്യ ഒരു എന്താണ്, എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു സന്തോഷകരമായ നാടല്ലേ. അതായത് ഒരു മുസ്ലിം രാഷ്ട്രം ഒരു അമുസ്ലിം രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ, ആ സാഹചര്യത്തിൽ ആ അമുസ്ലിം രാഷ്ട്രത്തിൽപ്പെട്ട ചില ആളുകൾ ഇവിടേക്ക് പിന്തുണ കൊടുത്താലോ ഏറ്റെടുക്കാൻ പറ്റുമോ? ഏറ്റെടുക്കാം. പക്ഷെ എന്ത് വേണം? അവരെ കൊണ്ട് ഏറ്റെടുത്താലേ ആ വിഷയം പൂർണ്ണമായി വിജയിപ്പിക്കാനാകൂ എന്ന് ഇവിടുത്തെ നയതന്ത്രജ്ഞർക്ക് ബോധ്യം വേണം. 1. 2, അവർ നമ്മെ പൂർണ്ണമായും പിന്തുണ ആത്മാർത്ഥമായി തരുന്നുണ്ട് എന്ന് ഉറപ്പാക്കുകയും വേണം. അല്ലാതെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? അഹ്സാബ് യുദ്ധവേളയില് 500ഓളം ഭടന്മാരെ ഞാൻ കൊണ്ടുവരാം. ഏത് ഭടന്മാരെ? ജൂത ഭടന്മാരെ. ആർക്കെതിരാണ് യുദ്ധം? ജൂതന്മാർക്ക് തന്നെ എതിരെ. മനസ്സിലായില്ല? ജൂതന്മാർക്കെതിരെ അഹ്സാബിലേക്ക് മുത്തുനബി പുറപ്പെടുമ്പോ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ് നബിയോട്, നബിയെ, ഈ യുദ്ധത്തിലെ 500ഓളം ജൂതഭടന്മാർ നമ്മെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പോൾ ഉബാദത്ത് ബിൻ സ്വാമിത്ത് റളിയല്ലാഹു അൻഹുവിനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇറങ്ങിയ ആയത്താണിത്. ഈ ആയത്തിറങ്ങിയ വേളയിൽ കുറച്ച് മുസ്ലിമീങ്ങൾക്കെങ്കിലും എന്തിനാണ് ഇത് നിരുത്സാഹപ്പെടുത്തിയത് എന്ന ശങ്കയുണ്ടായിരുന്നു. കാരണം അവർ നമ്മളങ്ങോട്ട് സഹായിക്കാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാണ് അങ്ങനെ എഴുതിയത്? അത് നമുക്ക് എടുത്തുകൂടായിരുന്നോ? മനസ്സിലായോ? ഈ ആയത്തിറങ്ങുമ്പോൾ ഇത് നിരുത്സാഹപ്പെടുത്തലാണ്. ആരെ? ആ സഹായം നമുക്ക് വേണ്ടാന്ന് വെക്കണം എന്നുള്ള നിയമമാണ് വരുന്നത്. ലാ യത്തഖിദുൽ മുഅ്മിനൂൽ കാഫിരീന ഔലിയാ മിൻ ദൂനിൽ മുഅ്മിനീൻ എന്ന ആയത്തിൽ നിന്ന് എന്താണ് ഉത്ഭൂതമായത്? ആ സഹായം നമ്മൾ വാങ്ങണ്ട എന്ന് നിരുത്സാഹപ്പെടുത്തുന്ന ആയത്താണിത്. പക്ഷെ അപ്പോൾ തന്നെ കുറച്ച് ആളുകൾക്ക് ഒരു വിമിഷ്ട ഉണ്ടായിരുന്നു. എന്ത്? അവർ നമ്മളെ സഹായിക്കാമെന്ന് ഏറ്റിട്ട് എന്തുകൊണ്ട് ആ സഹായത്തെ നമ്മൾ തള്ളി? പക്ഷേ ചില്ലറ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ രഹസ്യം പുറത്തിയാടി. എന്താ രഹസ്യം? നമ്മളെ ഗൂഢമായി ചതിക്കലായിരുന്നു അവരുടെ ലക്ഷ്യം. പ്രത്യക്ഷത്തിൽ നമ്മളെ കൂട്ടത്തിൽ കൂടുക, എന്നിട്ട് നമ്മളെ രഹസ്യങ്ങളെല്ലാം ചോർക്ക, എന്നിട്ട് അവരെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇതാരാ അറിയിക്കുന്നത്? ഖബീറായ റബ്ബ്. ഇത് അല്ലാഹു തആലയുടെ പ്രഖ്യാപനാണ്. നിങ്ങൾക്ക് വേണ്ട. എന്തുകൊണ്ട്? ഇവിടെ നടക്കാൻ പോണ കാര്യം ഭാവിഭൂത വർത്തമാനമില്ലാതെ എല്ലാം അറിയുന്നവനാണ് ആര്? റബ്ബ്. അള്ളാഹ് നേരിട്ട് വേഗം ഇടപെട്ടു. അപ്പൊ ഇന്നത്തെ കാലത്തോ? ഇന്നിപ്പോ ഖുർആൻ ഇറങ്ങാനില്ലല്ലോ. അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതുപോലത്തെ ഒരു പ്രതിസന്ധി ഘട്ടം വന്നാൽ എന്താ ചെയ്യാ? അവിടെ 100 വട്ടം ആലോചിക്കണം. ആത്മാർത്ഥതയുണ്ടെന്ന് തെളിയിക്കണം. അവർക്ക് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത്. കാരണം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ചതിച്ച പിന്നെ ചതി വന്നാൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. മനസ്സിലായി പറഞ്ഞത്? ഇതാണ് ഈ ആയത്തിന്റെ ഒക്കെ മൊത്തത്തിൽ സാരാംശം.
ആ കഴിയുന്നതും നമ്മളത് വാങ്ങാതിരിക്കുക. നമ്മൾ നമ്മളായി തന്നെ മുന്നോട്ട് പോവാം. കഴിയുന്നതും അത്തരം സഹായങ്ങൾ വാങ്ങാതിരിക്കുക തന്നെയാണ് മാഷ് പറഞ്ഞതുപോലെ. അതന്നെ നല്ലത്. ഇതെല്ലാം നമ്മളെ പോലെയുള്ള രാജ്യത്തുള്ള നിയമമല്ല. മദീന എന്ന രാഷ്ട്രത്തിലേക്ക് രാഷ്ട്രീയമായ സാഹചര്യത്തിൽ ഇറങ്ങിയ ആയത്തുകളാണ്. അതിനെ ഇന്ത്യ പോലെയുള്ള ഒരു കോമൺ സൊസൈറ്റിയിൽ ഈ നിയമം ബാധകമല്ല. കാരണം ഇവിടുത്തെ ഈ ആയത്തിൽ പറഞ്ഞ ഇഷ്യൂ തന്നെ ഇവിടെ അല്ലല്ലോ. ഇവിടെ സിവിലിയന്മാർ യുദ്ധം ചെയ്യുന്ന യുദ്ധം തന്നെ അല്ലല്ലോ. ഇവിടെ അങ്ങനത്തെ യുദ്ധം ഇല്ലല്ലോ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. പിന്നെ ഇവിടുത്തെ നിയമമല്ല ഈ പറയണത്. അങ്ങനത്തെ സാഹചര്യം വന്നാൽ പോലും വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം. എന്തുകൊണ്ട്? അത് നിങ്ങൾ മനസ്സിലാകാതിരിക്കുമ്പോൾ അവർ ചതിക്കും. അവർക്ക് എന്താണ് അള്ളാന്ന് അറിയൂലല്ലോ. അവർക്ക് അള്ളാന്നറിയോ? അവർക്ക് റസൂലാരാന്നറിയോ? അവർക്ക് അള്ളാരാന്നറിയോ? അറിയൂലല്ലോ. അവർക്ക് അള്ളാരാന്ന് അറിയൂലല്ലോ. എന്താണ് നമ്മൾ പറഞ്ഞിട്ട് കാര്യം? ഇതൊക്കെ തമാശയാണോ? അള്ളാ, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഈമാനുള്ള മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ ചതിക്കൂലല്ലോ. കാരണം അള്ളാനെ അറിയില്ലേ? അള്ളാന്റെ കോടതി പോയി നിൽക്കണ്ടേ? മറ്റൊന്നെന്ത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ ഒരുപാട് ആശയങ്ങൾ വിപുലമായി ചിന്തിച്ചാൽ കിട്ടും. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ എന്താണ് ഇനി ഇതിൽ നിങ്ങൾ നേരെ നിങ്ങൾ എന്ത് ചെയ്യാന്നറിയോ? അത് അനിവാര്യമാണ്, മറ്റേതാണ്, മറിച്ചെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഭൗതികമായ നേട്ടത്തിന് വേണ്ടി അവരുമായി ചങ്ങാത്തം സ്ഥാപിച്ചാൽ നിങ്ങൾ മറച്ചു വെച്ച കാര്യങ്ങളൊക്കെ ആരറിയും? അള്ളാഹു അറിയും എന്നാണ് അടുത്ത ആയത്ത്. അതുകൊണ്ട് അള്ളാഹിനോട് കളിക്കണ്ട. നിങ്ങൾ വളരെ അത്യാഹിത ഘട്ടത്തിൽ ഒരു നിലക്ക് ഒഴിവാക്കാൻ പറ്റാതെ ആയെങ്കിൽ മാത്രം അത് സ്വീകരിച്ചാൽ മതി. നിങ്ങൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചതും പരസ്യമാക്കി ആക്കിയതൊക്കെ അള്ളാഹു തആലക്ക് അറിയും. ആകാശങ്ങളിലും ഭൂമിയിൽ നടക്കുന്ന എല്ലാ നിഗൂഢതകളും അള്ളാഹ്ക്ക് അറിയും. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹ്ക്ക് പിന്നെ എല്ലാം അറിയുന്ന കഴിവുള്ളവരാണ് അള്ളാഹു. അത് ഇതെന്തിനെന്താ പറഞ്ഞറിയോ? പിന്നെ ഇവര് തമ്മിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. ഈ ജൂതന്മാരും ഈ മുസ്ലിം മുതലാളിയും തമ്മിൽ. ഓലൊക്കെ നമ്മളെ ആളുകൾ തന്നെ. സാറല്ല അറിയാം. ഇവനെന്തോ ഉണ്ടാവും, ബമ്പലേറ്റിൽ കച്ചവടം ഉണ്ടാവും. ആ കച്ചവടം നിലന്ന് പോകാൻ വേണ്ടിയിട്ടായിരിക്കും മറ്റവരെ കൂട്ടിയിട്ടുണ്ടാവുക. അവന് വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാവും. ഇന്നിപ്പോ നടക്കണതൊക്കെ അങ്ങനെ തന്നെയല്ലേ? ഇന്ന് നടക്കണതിൽ 90% അങ്ങനെയല്ലേ? നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാ? നേരെ എതിരാളികൾക്ക് വാതിൽ തുറന്നു കൊടുക്കുക. എന്നിട്ട് എന്ത് പറയാ? അത് അവരങ്ങനെയല്ല, അത് ഇവരിങ്ങനെയല്ല അറിയും. ഇവര് തമ്മിൽ സാമ്പത്തികമായ ചില ലാഭങ്ങൾ ഉണ്ടാവും. അതിനുവേണ്ടി അവർ ദീനനെ വിൽക്കുക. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊക്കെ അതെല്ലാം അതിൽപ്പെടും. അപ്പൊ അത്തരം കളികൾ നിങ്ങൾ കളിച്ചാൽ അള്ളാനെ ചതിക്കാൻ നോക്കണ്ട. എല്ലാം അള്ളാഹുവിനെ അറിയുമല്ലോ. അള്ളാനെ ചതിക്കാൻ പറ്റൂല. അപ്പൊ എല്ലാം അള്ളാഹ്ക്ക് അറിയാം. അവരെ കൊണ്ട് നമുക്ക് സഹായം ഉണ്ടാവുന്നും അവര് നമ്മളെ ചതിക്കൂലെന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂട്ടിയാൽ മതി. പക്ഷെ നിങ്ങൾ തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ. അതല്ല ഓരോ പ്രശ്നമൊന്നുമില്ല. ഓരൊക്കെ നമ്മളെ സ്വന്തം ആളുകളാണ്. എന്തിനാ പറഞ്ഞത്? ഇവനൊരു സാമ്പത്തികമായ എന്തുണ്ടാവും? ലാഭം ഉണ്ടാവും അവരെ കൂട്ടുന്നതിൽ. അതിനാ പറഞ്ഞ ഘട്ടത്തിൽ ചതിക്കുകയും ചെയ്യും. അങ്ങനെ ചതിച്ചല്ലോ എന്ന് പറഞ്ഞാൽ അപ്പ അവരെന്ത് പറയും? അതിപ്പോ മനുഷ്യന്മാരല്ലേ, ചക്കാണോ ചൂന്ന് വെക്കാൻ പറ്റുമോ? നമ്മള് പോലെ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലാന്നറിയും. മനസ്സിലായില്ലേ പറഞ്ഞേ? അപ്പൊ അതിന് നിങ്ങൾ ഒരു കളിയും വേണ്ട. അള്ളാഹോട് കളിക്കണ്ട എന്ന്. അതൊക്കെ അതിനൊക്കെ ഉള്ളില എല്ലാ സംഗതികളും അതന്നെയാണ്. എല്ലാം അതന്നെ. അള്ളാഹു എല്ലാവർക്കും ഒരു കളിയും വേണ്ട. കളിക്കുന്നവര് പരാജയപ്പെടും. ദുനിയാവിലും പരാജയപ്പെടും, ആഖിറത്തിലും പരാജയപ്പെടും. പള്ളിനെ മുതൽ ലേലം ചെയ്യുക. എന്നിട്ട് കമ്മിറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ബിനാമി നിർത്തുക. നിലമ്പൂരുണ്ടൊരു കളി. നിലമ്പൂരത്തെ കളി നിലമ്പൂര് DFOന്റെ ഓഫീസിലേ ഓഫീസിൽ തേക്ക് ലേലം ഉണ്ടാവും. ലേലത്തിന്റെ ദിവസം കച്ചവടക്കാരെല്ലാം വരും. എന്നിട്ട് ഓരോ റിംഗ് ആവും. അന്ന് ഹാജരായാൽ തന്നെ 10,000-25,000 കിട്ടും. അവിടെ പോയി നിന്നാ മതി.
എന്തിനാന്ന് ഞാൻ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ മറ്റോ അങ്ങോട്ട് വിളിച്ച് വന്ന് അങ്ങോട്ട് വിളിച്ച് ഒന്ന് കുപ്പായത്ത് ഇങ്ങോട്ട് വിളിച്ച് വന്ന് അങ്ങോട്ട് വിളിച്ച് ഒന്ന് അപ്പൊ അവൻ അവിടെ ഇരുന്ന് കൊടുക്കും. ലേലത്തിൽ തന്നെ പനും ഒക്കെ ലേലത്തിലുണ്ട്. ആ ചെറിയൊരു പൈസയും കിട്ടി അവർ ലേലത്തിന് നടക്കും. വിലക്കൂടെ 25,000 50,000 1 ലക്ഷം ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാ അവര് പിന്നെ എന്ത് ചെയ്യാ 10 കോടി ഉറുപ്പ്യന്റെ മരത്തിന് ഇങ്ങനെ പുളി തുടങ്ങുക. 1 കോടി വിളിക്കുക, 1.5 കോടി വിളിക്കുക, 2 കോടി വിളിക്കുക, 2.5 കോടി വിളിക്കുക. അതിന്റെ മേലെ വിളിക്കാൻ ആളില്ല എന്നായി ഉറപ്പിക്കുക. സാധനം 10 കോടിന്റെ മുതലാ. എന്നിട്ട് എന്ത് ഉറപ്പിക്കുക? 2.5 കോടി മേലും 3 കോടി മേലും ഉറപ്പിക്കുക. പൊതു മുതല് 2.5 കോടി മേലും 3 കോടി മേലും ഉറപ്പിക്കുക. ഞാന് ഈ റിങ്ങാകും. അത് നിലമ്പൂരിന്ന് മാത്രമല്ല, എവിടെ റിങ്ങാവും. അതെ 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 അതെ. എന്നിട്ട് എന്ത് ചെയ്യാ? എന്നിട്ട് അവര് അതിനെ മറിച്ച് വെക്ക. ഭയങ്കര ലാഭം കിട്ടും. ആ ഉറപ്പിച്ച പോലെ അപ്പര് നമ്മൾ റിങ് ആവുക, കച്ചവടക്കാരൻ റിങ് ആവുക. ഒരു മുതൽ തന്നെ ഇപ്പൊ ഒരു ഭൂമി വിൽക്കാനുണ്ട് അവിടെ. ഏത് കണ്ണട്ടനും സെന്റിന് 2 ലക്ഷം ഉറുപ്പ്യ കൊടുക്കും. അപ്പൊ നമ്മളാണ് ഇവിടുത്തെ കച്ചവടക്കാര്. നമ്മള് റിങ്ങായി നിങ്ങളെ കൊണ്ടേ കാണിച്ചു. അതൊക്കെ ഒരു 90 ഉറുപ്പ്യ 95 ഒന്നൊന്നും കിട്ടൂല. അതിന്റെ ഒന്നും അപ്പുറം കിട്ടൂല. അപ്പൊ നമ്മളെ പോന്ന ഉടനെ തന്നെ നമ്മൾ വേഗം ദാദാ ഞാൻ അങ്ങനെ പോയിട്ട് ഞാൻ 1ന്റെ അപ്പുറം കിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നറിയാം. അതേ സമയത്ത് മറ്റയാൾ വിളിക്കുമ്പോ അയാൾ എന്ത് പറയാ? 1 ഉറുപ്പ്യയിലേറൊന്നും കിട്ടൂല അറിയാം. അങ്ങനെ 10 ആളെ കാണുമ്പോൾ ഇപ്പോൾ പറയും മാർക്കറ്റൊക്കെ വളരെ മോശം, 1 ഉറുപ്പ്യയിലേറെ കിട്ടൂല അറിയാം. അവസാനം ഇയായതുകൊണ്ട് 1-10 സാധനം അടിക്കുക. ഒരു 10-50 സെന്റ് മുതല് ഇവർ റിങ്ങായിട്ടുണ്ടാവും. പിന്നെ അതിനു വേണ്ടി ഇവരെന്ത് ചെയ്യുന്നത്? കച്ചവടം അടിച്ചു കഴിഞ്ഞാൽ മറ്റവർക്ക് വെള്ളം കൂടി എല്ലാവർക്കും കൊടുക്കും. 2 കോടിന്റെ മുതൽ 1 കോടിക്ക് കിട്ടി. മറ്റേന് 2 ലക്ഷം 3 ലക്ഷം 5 ലക്ഷം ഉറുപ്പ്യ വെള്ളം കൂടി കൊടുത്താലും ഭയങ്കര ലാഭല്ലേ? അതെ, എല്ലായിടത്തും കൊടുക്കും, എല്ലായിടത്തും കൊടുക്കും. ഈ പറ്റിക്കൽ അള്ളാനെ പറ്റിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? നിങ്ങളെ ഭൂമിയിൽ നടക്കുന്ന നിഗൂഢതകളും ആകാശത്തിൽ നടക്കുന്ന നിഗൂഢതകളും എല്ലാം ആരറിയും? അള്ളാഹു അറിയും. പള്ളിയിലൊക്കെ അതേപോലെ തന്നെ എല്ലാ പല സ്ഥലങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. ബിനാമിനെ നിർത്തിയ കമ്മിറ്റിക്കാര് പള്ളിയിലെ ഇന്നാലിന കശുവണ്ടി മറ്റേതൊക്കെ ലേലം ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ കവുങ്ങ് ലേലം ചെയ്യാം. എന്നിട്ട് വളരെ കുറച്ച് വിളിക്കാം. എന്നാ ഈ ആഴ്ച ലേലം നിർത്തിവെച്ചു, എന്നാ അടുത്ത ആഴ്ച ആയിക്കോട്ടെ, അടുത്ത ആഴ്ച ഇതന്നെ വിളിയുള്ളൂ. ഇനിയിപ്പോ എന്താ ലേലത്തിന് പുതിയ ആള് വന്നിട്ടില്ല, നായ്മേണ് ഉറപ്പിക്കുക, അയ്മണ്ട് ഉറപ്പിക്കും. എന്നിട്ട് അവര് എന്ത് ചെയ്യും? അതിനെ 3 ഇരട്ടിക്ക് അവരെ കൈകാര്യം ചെയ്യും. മറ്റേതിന് വെള്ളം കൂടിയും കൊടുക്കും. ആരെയപ്പോ അവിടെ പറ്റിച്ചേ? അള്ളാനെ. റിങ്ങാകാതെ റിങ്ങാകാതെ കിട്ടുന്നതൊക്കെ പറ്റും. റിങ്ങാകാതെ നമ്മളിവ കൃത്രിമൊന്നും ചെയ്തില്ല. അതെ, വഞ്ചിക്കാൻ പാടില്ല. നിങ്ങൾ തെറ്റാണല്ലോ. സർക്കാർ മാത്രല്ല, മാഷേ പൊതുമുതലല്ലേ? പൊതുമുതലിൽ റിങ്ങാകൽ തെറ്റന്നല്ലേ? എല്ലാവിധ വഞ്ചനകളെയും അള്ളാന്റെ ഹബീബ് ഹറാമാക്കിയിട്ടുണ്ട്. എല്ലാവിധ ചതിയും ഹറാമാണ് എന്നല്ലേ ഹജ്ജത്തുൽ വദാഇൽ റസൂൽ പ്രഖ്യാപിച്ചേ? എല്ലാവിധ ചതിയും ഹറാമല്ലേ? എല്ലാ ചതി ഹറാമല്ലേ? ഹലാലായ ഏത് ചതിയാള്? ഇസ്ലാം അനുവദിക്കുന്ന ഒരു ചതിയില്ലല്ലോ. അത് സർക്കാരിനെ ചതിച്ചാലും പൊതുമുതൽ ചതിച്ചാലും ആരെ ചതിച്ചാലും എന്തെന്നെയാണ്? ചതി തന്നെയാണ്. നിങ്ങളോ പറഞ്ഞപ്പോ എന്താ, ഇപ്പൊ പഞ്ചായത്തിലോ മറ്റോ ഉള്ള ചില മുതലുണ്ട്, പഴയ സാധനങ്ങൾ. സർക്കാരിന് ഉള്ളത് എല്ലാവർക്കും ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് പേരി കൊണ്ടാകാനുള്ളതാണ്. നല്ല ചോദ്യ, എല്ലാവർക്കും ഉള്ള അല്ലേ? ഒരു തരം ചതിയും ഇസ്ലാമിൽ പറ്റൂല. നേരെ മറിച്ച് പഴയ സാധനം, അതിന് മാർക്കറ്റ് ഇല്ല, അപ്പൊ നിങ്ങൾ പാകത്തിന് കിട്ടി, അപ്പൊ നിങ്ങൾ എടുത്തോളി, അതിലെന്താ തെറ്റ്? അത് തെറ്റല്ല. പിന്നെ അതിനൊരു മാർക്കറ്റ് ഇല്ലേ മനുഷ്യന്മാരെ? ഒരു മാർക്കറ്റ് ഇല്ലേന്? ആ മാർക്കറ്റ് വന്നിട്ടില്ലെങ്കിൽ അത് വാങ്ങാൻ പാടില്ലല്ലോ.
ഉദാഹരണം പറയാം, വയറില് 1 കിലോ പിന്നെ 1 കിലോ ഓറഞ്ച് ലേലം ചെയ്ത് 10 റുപ്യ. അപ്പൊ ഒരാൾ 15 റുപ്യ. ഇനി ഒരാൾ വിളിക്കാല്ല, 15 റുപ്യ ഒരു വട്ടം, 15 റുപ്യ 2 വട്ടം, എങ്ങനെ 15 റുപ്യ 3 വട്ടത്തിന് അവിടെ ഉറപ്പിക്ക, ലേലാണ് മാറ്റിയേക്ക? കാരണം ഇത് ഏറ്റവും ചുരുങ്ങിയത് മാർക്കറ്റിൽ 50 റുപ്യ അല്ലേ? പറയേ, 1 കിലോ ഓറഞ്ചിന് ഏറ്റവും ചുരുങ്ങിയ മാർക്കറ്റിൽ എത്ര ഉണ്ട്? 50 റുപ്യുള്ള സാധനം എങ്ങനെ 15 റുപ്യ കൊടുക്കണേ? അപ്പൊ പിന്നെ അവിടെ ലേലക്കാരൻ എന്താ ചെയ്യണ്ടേ? ലേലക്കാരൻ ആ 50 റുപ്യ കൊടുക്കണ വെച്ച് 50 റുപ്യ ഓനോട് കൊടുത്ത്, എന്നാലും മുതൽ കിട്ടി. മനസ്സിലായില്ല? നാളൊക്കെ ഓറഞ്ച് വാടും, അത് നാളൊക്കെ ഓറഞ്ച് വാങ്ങും, അപ്പൊ ഇന്ന് കിട്ടിയെന്ന് കൊടുക്കാണ്. അതിന് 5 ഉറപ്പില്ലാത്തവരെ എന്തിനാ ലേലത്തിന് നിൽക്കണേ? മനസ്സിലായില്ല? ഇതിങ്ങനെ വിളിച്ചാ പോരല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? 1 കിലോ പിന്നെ ഓറഞ്ച് ലേലം ചെയ്തു. ആ ലേലം ചെയ്തപ്പോ 15 റുപ്യ ആരും പറഞ്ഞോളൂ, അതിന്റെ മേലെ ആരും വിളിച്ചില്ല. ഇവിടെ 50 റുപ്യന്റെ മുതലുമാണ്. അപ്പൊ ലേലക്കാരന് എന്ത് ചെയ്യണം? ഓനൊരു ഗഡ്സ് വേണം, ഒന്നിരിക്കും അവെടുക്കണം. അല്ലെങ്കിൽ കുഞ്ഞാമല ഒരു 50 റുപ്യ വേണ്ട, നാളൊക്കെ നാശാവും, ആരും വിളിക്കണ്ട, അതുകൊണ്ടേക്കോ. എന്നാലും അവിടെ എന്ത് വന്നില്ല? ഇത് വാങ്ങി പീടിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഏൽപ്പിക്കുന്ന ആൾക്കാർ നീയത്തില്ലേ? പീടിന്ന് 50 റുപ്യന്റെ ഓറഞ്ച് വാങ്ങിയിട്ട് ഇവിടെ ഏൽപ്പിക്കുന്ന ആൾക്കൊരു നീയത്തില്ലേ? അത് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. അപ്പൊ ഒരു കാര്യത്തിനൊരു മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ആ മാർക്കറ്റിനേക്കാൾ കൂടുതൽ വ്യക്തിയാകുമ്പോ നമുക്ക് സ്വീകരിക്കാം, പൊതുമുതൽ സ്വീകരിക്കാൻ പറ്റൂല. അപ്പൊ എന്റെ ഒരു സാധനം ഉണ്ട്, അതിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ആ മാർക്കറ്റ് റേറ്റിനേക്കാൾ കുറച്ച് ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം. കാരണം എന്തുകൊണ്ട്? എന്റെ മുതലായി എനിക്ക് പൊരുത്തപ്പെടാം. ഇന്നമൽ ബൈഅൻ തറാദിൻ, നമ്മൾ തമ്മിൽ പൊരുത്തപ്പെട്ടാൽ സ്വീകരിക്കാം. പൊതുമുതൽ എങ്ങനെ സ്വീകരിക്കണേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? പൊതുമുതല നേരെ മറിച്ച് മാർക്കറ്റ് ഇല്ലാത്ത പഴയ സാധനങ്ങള്, അതിനെ മാർക്കറ്റ് കണക്കാക്കാനും കഴിയൂല. ഉദാഹരണം, പഴയ കൗക്കോല് പട്ടിക പോലത്തെ സാധനങ്ങള് പഞ്ചായത്ത് ഓഫീസ് പൊളിച്ചു. പഴയ കൗക്കോല് പട്ടിക ഓട് അത് ലേലം ചെയ്യാതെ വെക്കുക. അതിന് നമുക്കൊരു കൃത്യമായ ഒരു വില അവിടെ കണക്കാക്കാൻ കഴിയില്ല. കാരണം ഈ സാധനങ്ങളൊക്കെ എന്താണ്? പഴയതാണ്. അവിടെ എത്തിയവിടത്തുനിന്ന് ഒരാൾക്ക് ലേലം മുറിച്ചാലും തെറ്റൊന്നുമില്ല. കാരണം ഇത് എവിടെത്തുന്ന അറിയില്ല. 4 ആവറേജ് നഷ്ടം വരുത്താനോട് പാടില്ല. അതിനേക്കാൾ കുറക്കാൻ കഴിയില്ല. പക്ഷെ ഒറിജിനൽ വാല്യൂവിനേക്കാൾ, ഒറിജിനൽ വിറ്റ വിലയേക്കാൾ അത് കുറവായിരിക്കും. അങ്ങനെ തന്നെയല്ലേ? അതിന് കത്തയായ ഹറാമാന്ന് പറയാൻ കഴിയില്ല, അത് ഗണ്ഡിതമായ ഹറാമാന്ന് അതിന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാല് ഇത് ഇവരെ മോഹിപ്പിച്ച് ഉള്ളതാണ്. അതേ സമയത്ത് ഇതിനൊരു വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്നും കിട്ടിക്കൊള്ളുന്നില്ല. സർക്കാർ നിശ്ചയിച്ച വാല്യൂ കിട്ടുകയും ചെയ്യും, അതിന് സർക്കാർ ഉത്തരവാദിയായിരിക്കും. മറ്റത് മോഹവിലാണ്, അത് നമ്മൾ ആധാരത്തിൽ കാട്ടിയാൽ പൊളിയും ചെയ്യും. ഉദാഹരണം പറയാ, ആ ചെയ്തത് മുഴുവനും കൂടി ഹറാമാണെന്ന് പറയാൻ കഴിയില്ല. എന്തുകൊണ്ടാന്ന് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണം പറയാം, 1 സെന്റ് ഭൂമിക്ക് സർക്കാർ നിലവാരം അനുസരിച്ച് അതിന് 50,000 റുപ്യാണ് റേറ്റ് എന്ന് വെക്കി. നമ്മളിവിടെ ഏകദേശം 1990-2005 10-15 കൊല്ലത്തിനുള്ളിൽ ഇവിടെ ഒരു കളി നടന്നിട്ടുണ്ട്, റിയൽ എസ്റ്റേറ്റ്. ഈ കളിയിൽ എന്താണ്ടായി? സർക്കാർ 50,000 വാല്യൂ നിശ്ചയിച്ച ഭൂമി 5 ലക്ഷത്തിന് വരെ വിൽപ്പന നടത്തി. ഉണ്ടല്ലോ അല്ലേ? അതിന് ഇതൊരു എന്താണ്, ഒരു കണ്ണാടി ചില്ലുണ്ടാക്കലാണ്. അതേ സമയത്ത് അത് നേരെ താഴത്തേക്ക് ഇറങ്ങാനും സാധ്യത ഉണ്ട്. ഇന്ന് താഴത്തേക്ക് ഇറങ്ങി. എന്നാൽ സർക്കാർ നിശ്ചയിച്ച വാല്യൂവിന് ഉണ്ടാവില്ല, അല്ലാതെ എന്നും കിട്ടും. അപ്പൊ നമ്മൾ അതൊരു മോഹവിലയാണ്. അതിനിവിടെ കാണിച്ചാൽ എന്താ? ഇവന് ഉടമക്ക് നഷ്ടം സംഭവിക്കുകയും ചെയ്യും. ഇത് ഉദ്യോഗസ്ഥന്മാരെല്ലാം അറിയുന്ന കാര്യമാണ്. അത് ഖണ്ഡിതമായി ഹറാമാണെന്ന് പറയാൻ കഴിയില്ല.
കാരണം അത് നേരെ പുറകോട്ടോ. ഇപ്പൊ എല്ലാരും ഇപ്പൊ സർക്കാർ മൂല്യത്തിന് ഭൂമി കിട്ടാനുണ്ട്. കൊടുക്കാൻ തയ്യാറുള്ളവർക്ക് ഭൂമിക്ക് ആ വില, ആ ഭൂമിക്ക് ഒരു നിശ്ചയിച്ച ഭൂമിക്ക് സർക്കാർ നിശ്ചയിച്ച ഭൂമിയുടെ വില ഇതിലാണ് അതിന്റെ ക്രയവിക്രയം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഭൂമി ഇന്ന് വിൽക്കാൻ കഴിയും. പക്ഷെ ഇന്ന് അവർക്ക് അത് വിൽക്കാൻ കഴിയില്ല. കാരണം അവര് 50,000 അവർ വാങ്ങിയത്, 50,000 ഭൂമി, സർക്കാർ 50,000 നിശ്ചയിച്ച ഭൂമി അവർ വാങ്ങിയത് എത്രക്ക? 5 ലക്ഷത്തിനാണ്. അവരെങ്ങനെ വിൽക്കുക? അപ്പൊ അതിനെ നമ്മൾ കണക്കാണ് അങ്ങനെ കാണിച്ചാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചെങ്കിൽ അത്തരം സന്ദർഭത്തില് അത് ഒരു മോയിപ്പിക്കല, അത് നേരെ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞടിയാളും ചെയ്യും. സർക്കാരിന് ഒരു വാല്യൂ ഉണ്ട്, അതിനൊരിക്കലും പുറകോട്ട് പോകാനോട്ട് പാടില്ല. ഒന്ന്. പിന്നെ അത്തരം മോയിപ്പിക്കൽ തന്നെ തെറ്റാണ്. ഈ മോഹിപ്പിച്ച് ഇങ്ങനെ കാട്ടിക്കുന്നതിന് തെറ്റാണ്. അത് ഈ അടുത്ത കാലഘട്ടത്തിൽ വന്ന ഒരു അബദ്ധാണ്. അതൊക്കെ പൊളിയും ചെയ്തു. കാരണം നിലനിൽക്കൂല അത്തരം സംഗതികൾ. ഇസ്ലാം ഒരുവിധം ചതിയും ഒരു തരത്തിലുള്ള ചതി അംഗീകരിക്കൂല. ഒരു തരത്തിലുള്ള ചതിയും അംഗീകരിക്കൂല. ഏത് ചതിയും അതിന്റെ അവസാനം ഹറാമാണ്. ഏത് ചതിയും അതിന് അവസാനം നഷ്ടായിരിക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് ويغفر لكم ذنوبكم والله غفور رحيم قل اطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. الله വലിയ മുതലായ ആയത്താണ്. വലിയ മുതലായ ആയത്താണ്. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم قل اطيعوا الله والرسول فإن تولوا فإن الله لا يحب الكافرين. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്താണ്? 2-3 സബബുൻ നുസൂലുണ്ട്. 1-2 സബബുൻ നുസൂലുണ്ട്. ഒന്ന്, നജ്റാനിൽ നിന്ന് വന്ന് ക്രിസ്തീയ പാത്രിയാർക്കീസുമാർ സംസാരത്തിന് ഇടക്കിടക്ക് നബിയോട് പറയും, മുഹമ്മദേ ഇന്നാ നുഹിബ്ബുല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവിനെ ഇഷ്ടം തന്നെയാണ്. നബിയോട് സംസാരിക്കാൻ വേണ്ടി ആര് വന്ന്? പാതിരിമാര് വന്നു നജ്റാനിൽ നിന്ന്. അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അവര് സംസാരം മധ്യ ഇടക്കിടക്ക് എന്ത് പറയും? മുഹമ്മദേ അള്ളാഹിനെ പറ്റി അങ്ങനെ ഒറ്റക്ക് പറയല്ലേ, ഇന്നാ നുഹിബ്ബുല്ലാഹ്, ഞങ്ങൾക്കും ആരിട്ടാണ്? അള്ളാഹ് തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങളും അള്ളാഹിന്റെ കാര്യത്തിൽ വർത്താനം പറയല്ലേ. നമ്മളെ ഇസ്ലാം ക്രിസ്ത്യാനിസം സംസാരിച്ചാൽ മതി, അള്ളാഹിന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അള്ളാഹ് ഞങ്ങൾക്ക് ഇങ്ങൾക്കൊക്കെ ഒന്ന് തന്നെയാണ്. ഇന്നാ നുഹിബ്ബുല്ലാഹ്, ഞങ്ങൾക്ക് ആരിഷ്ടാണ്? പറയും ആരിഷ്ടം? അള്ളാഹിന് ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇറങ്ങിയ ആയത്താണിത്. അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഖുൽ നബിയെ തങ്ങൾ പറയുക. എന്ത്? ഇൻ കുൻതും തുഹിബ്ബൂന അല്ലാഹ, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, ഞങ്ങൾ എന്നെ പിൻപറ്റി. ഇന്ന് അള്ളാഹിന്റെ അംബാസഡർ ഇവിടെ ഞാനാണ്. അതിന് ഒരു തയ്യാറുമില്ല. അത് പിന്നെ എങ്ങനെയാ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അതന്നെ, അത്ര കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തിന് അതിന്റെ ആളാണ് എങ്കിൽ അതിന്റെ ആള് പറഞ്ഞതോ വഴിപ്പെടണമല്ലോ. ഖുൽ നബിയെ തങ്ങൾ പറയുക. ഇതാണ് സബബുൻ നുസൂലിൽ ഒരഭിപ്രായം. നസലത്ത് ഫീ വഫ്ദി നജ്റാൻ. ഇത് സഅമു അന്ന മദ്ദഊഹു ഫീ ദാ, ഞങ്ങൾക്കെല്ലാം അല്ലാഹുവിനെ ഹുബ്ബില്ല, ഞങ്ങൾക്കെല്ലാം അല്ലാഹുവിനെ ഇഷ്ടാണ് മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാം അല്ലാഹുവിനെ ഇഷ്ടാണ്. അപ്പറങ്ങിയതാണിത് എന്ന് ഒരഭിപ്രായം. മിന്നൽ യഹൂദ ലമ്മാ ഖാലു നഹ്നു അബ്നാഉല്ലാഹി വഅഹിബ്ബാഉഹു. ജൂതന്മാര് വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹിന്റെ മക്കളുമാണ്, അള്ളാഹിന്റെ ഇഷ്ടക്കാരുമാണ്. അപ്പൊ പറഞ്ഞു, ആയിക്കോട്ടെ, ഞങ്ങൾ അള്ളാഹിന്റെ ഇഷ്ടക്കാരായിക്കോട്ടെ, ഞങ്ങൾ ഇന്നെ പിൻപറ്റണം. അപ്പൊ അള്ളാഹിന്റെ ആളാരാണ്? അപ്പൊ ഈ ഭൂമിയിലേക്ക് അള്ളാഹിന്റെ വഹി വരുന്നുണ്ട്, അത് ഇരിക്കാണ്. അപ്പൊ നിങ്ങൾ ഇന്നെ എന്റെ പിന്നാലെ നടക്കണം. അള്ളാന്റെ ആളുകളാണെങ്കിൽ അള്ളാന്റെ ഓർഡർ ആരടുത്താണോ വരുന്നത്? ഒരു കാലത്ത് നിങ്ങളെ മൂസാക്കായിരുന്നു, ഇപ്പൊ നിങ്ങളെ ആളുകൾ മൂസാന്റെ ഒപ്പം നിന്നു.
ഇന്നിപ്പോ ഓർഡർ തരുന്ന ആർക്കാണ്? എനിക്കാണ്. എന്നെ ഉണക്കണം. അത് ഞങ്ങൾക്ക് ശരിയാവൂല. അള്ളാന്റെ ആളുകളാന്ന് പറയാ, അവിടെയാണ് പ്രശ്നം. ഇത് വളരെ വിശാലമായ അർത്ഥമാണ്. നമുക്കൊക്കെ ഇത് വാദകമാണ്. പറയുമ്പോ ഒക്കെ ആരാണ് പറയുമ്പോ എല്ലാവരും ആരാണ്? അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നബിയും ഇതിന്റെ ഏറ്റവും വലിയൊരു അടയാളാണത്. ഒരാൾക്ക് അള്ളാഹിനെ ഇഷ്ടമുണ്ടോ ഇല്ലേ എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് അയാൾക്ക് നബിയെ പിൻപറ്റുന്നുണ്ടോ ഇല്ലേ എന്നതാണ്. നബിയെ പിൻപറ്റുന്നുണ്ടോ ഇല്ലേ, നബിയെ പിൻപറ്റുന്നുണ്ടോ ഇല്ലേ, ഇതാണ്. നിങ്ങൾ കേൾക്കടാ, ഇത് കുറച്ച് വർത്താനം പറയണ്ടേ, ഇത് കുറച്ച് തുടങ്ങിയുള്ളൂ. അടുത്ത ആഴ്ചയും അതിന്റെ ആഴ്ചയും അപ്പുറമൊക്കെ പറയാനുണ്ട്. ഉഷാറിലിരിക്കണം കേട്ടോ. നബിയെ, അള്ളാഹുവിനെ ഒരാൾക്ക് സ്നേഹമുണ്ടെങ്കിൽ ആരെ പിൻപറ്റണം? നബിയെ പിൻപറ്റണം. അതില് വലുത് 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 എന്ന നിലക്ക് നബിയെ പിൻപറ്റാൽ, നബിയെ പിൻപറ്റുക. ഇത്തിബാഉ സുന്നത്ത് എന്ന് കുറച്ച് വർത്താനുണ്ട് മാഷേ, അങ്ങനെ പറഞ്ഞു കൂട്ടിയത് അവിടെ കാര്യമല്ല. ഇത്തിബാഉ സുന്നത്ത് പറഞ്ഞാൽ എന്താണ് ഈ സുന്നത്ത്? എന്തുകൊണ്ടാണ് അവൻ ബികുല്ലി മാ ജാഅ ബിഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നതിന് അവൻ എന്ത് ചെയ്യണം? പിൻപറ്റണം. അത് അതിന്റെ പ്രാധാന്യം അനുസരിച്ച് പിൻപറ്റണം. തുണി ഉടുക്കൽ നബി പഠിപ്പിച്ചതാണ്, തലയിൽ കെട്ടൽ നബി പഠിപ്പിച്ചാണ്. ഒരാൾ തലയിൽ കെട്ടി തുണി ഉടുത്തില്ല. തുണിയും തലയിൽ കെട്ടും തമ്മിൽ ഏതാണ് ഏറ്റവും അത്യാവശ്യം? മാഷേ, തൊപ്പിയൊക്കെ ചോന്നതോ കറുത്തതോ ഒക്കെ CITUക്കാർ പറയും ചോപ്പേന്നു, ലീഗുകാർ പറയും പച്ചയെന്നു. അതല്ല ഇവിടെ വർത്താനം. ഇത് ലീഗും CITUവും തമ്മിലുള്ള തർക്കമല്ല. ഇത് നിങ്ങൾ വിഷയത്തിലേക്ക് വരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാനെ പ്രേമിക്കുന്നവരാരെ പിൻപറ്റണം? നബിയെ പറ്റണം. നബിക്ക് താടി ഉണ്ടായിരുന്നു, അപ്പൊ നല്ല കൂസൻ താടി വെച്ചു. നബിക്ക് തലയെ കെട്ടുണ്ടായിരുന്നു, അപ്പൊ തലയിലും കെട്ടി. പക്ഷെ അതിനേക്കാൾ വാജിബായ കാര്യം നബിക്ക് ഉണ്ടായിരുന്നു, അതോന്റെ കയ്യിലില്ല. ഓനെങ്ങനെ സുന്നത്തനാവുക? ഇപ്പൊ ഇവിടെ ആകെ പ്രശ്നം എന്താണ്? മോത്ത രോമം ഉണ്ടോ അല്ലേ എന്നുള്ളതാണ്. മോത്ത രോമം ഉണ്ടെങ്കിൽ ഔലിയായി, മോത്ത രോമം പഠിക്കുകയാണെങ്കിൽ മോശമായി. അങ്ങനെ തന്നെയല്ലേ? ഇപ്പൊ ഇവിടെ ആകെ ഇസ്ലാം ദീൻ രോമത്തുമല കടിക്കണത്. രോമം, മോത്ത രോമം ഉണ്ടെങ്കിൽ മഹാനായി, മോത്ത രോമം പഠിച്ചാൽ മോശമായി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? ഒന്നും വിചാരിക്കട്ടെ, ഇതിന്റെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. നിങ്ങൾ അള്ളാനെ ഇഷ്ടപ്പെടുന്ന ഇന്നെ പിൻപറ്റി പറഞ്ഞാൽ അതിന്റെ ഹക്കനുസരിച്ച് ഒന്നാമത്തെ ഹക്ക് ഒന്നാമത് വീട്ടണം. എന്താണ് ഒന്നാമത്തെ ഹക്ക്? ഹക്കന്നെ. എന്തിനാണ് മുഹമ്മദ് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? തലയെ കെട്ടിക്കാനല്ല വന്നത്. മുത്തുനബി തലയെ കെട്ടിക്കാൻ വന്ന ആളല്ല. മുത്തുനബി എന്തിനാ വന്നത്? ഈ ദുനിയാവിൽ സത്യം നീതി സ്ഥാപിക്കാനാ വന്നത്. അപ്പോൾ ഒന്നാമത് എടുക്കണം. ചോറും കൂട്ടാനെന്നുള്ളതിനെ, ചോറുണ്ടെങ്കിൽ കൂട്ടാൻ വിലയുള്ളൂ. ചോറിന് കൂട്ടാനില്ലെങ്കിൽ വില ഉണ്ട്. മനസ്സിലായില്ല? ചോറ് കൂട്ടാൻ എന്ന രണ്ട് സാധനല്ലേ? അതിൽ ചോറുണ്ടെങ്കിലേ കൂട്ടാൻ വിലയുള്ളൂ. കൂട്ടാനില്ലെങ്കിലും ചോറിന് വിലല്ലേ? പറയും മനുഷ്യന്മാരെ, ചോറും ഹോട്ടൽക്കാരൻ്റെതാണ്, കൂട്ടാനും ഹോട്ടൽക്കാരൻ്റെതാണ്. നമ്മൾ ചോറുണ്ടോന്ന് ചോദിക്കും. നമ്മൾ എന്ത് ചോദിച്ചാലും വേണ്ടില്ല, നമ്മളെ വിഷയം മനസ്സിലാക്കണം, നല്ല പോലെ ചിന്തിക്കണം, വിഷയം മനസ്സിലാക്കണം. കള്ളന്മാരെ കാലമാണ്. ആകാശത്തിന്റെ ചോട്ടിൽ മോശപ്പെട്ടവര് പണ്ഡിതന്മാരാവും എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. അത് ഈ നൂറ്റാണ്ട് തന്നെയാണ്. ആകാശത്തിന്റെ ചുവട്ടിൽ ഏറ്റവും വൃത്തികെട്ടവര് പണ്ഡിതന്മാരാകും എന്ന് പറഞ്ഞത് ഈ നൂറ്റാണ്ടാണ്. അതിന്റെ സമയം അടുത്തു കഴിഞ്ഞു. അപ്പൊ രോമത്തുമ കളിക്കാൻ നടക്കണ്ട. രോമം നല്ലതല്ലേ? ആണ്. പക്ഷെ രോമത്തിന്റെ ഇസ്ലാമാക്കണ്ട.
അതിനേക്കാൾ മുമ്പുള്ള വിഷയങ്ങളുണ്ട്. അതിനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവില്ല വില്ലേജ് ഓഫീസറെ. എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളത്? നിങ്ങളിപ്പോ വെച്ച താടിക്ക് വലിയ കൂലിട്ടും, പക്ഷെ നിങ്ങൾ തേക്കും ബാത്തിലും വേണം. ഹക്കില്ല, ബാത്തിലില്ല. ആ നാട്ടിലെ ഏറ്റവും വലിയ കാരാക്കൂസ് താടി വെച്ച് നടക്കുക. ഇതൊരു പറ്റിക്കൽ എന്നല്ലാതെ എന്തതിന് വേന? അത് ചിന്തിക്ക്. നമ്മളൊരു ഹോട്ടലിൽ കയറി, ചോറുണ്ടോ? ചോറുണ്ട്. ചെന്നിരുന്ന് അപ്പൊ ഒരു പറഞ്ഞ് ചോറേ ഉള്ളൂ, കൂട്ടാനില്ല പറഞ്ഞാലും ആയത് സാരല്ല, വല്ല മോരോ തൈരോ അപ്പുറത്തെ എന്നാ അപ്പുറത്തെ പിന്നെ എന്താ പറയാ അപ്പുറത്തെ ബേക്കറിയിൽ ഉണ്ടാവും, ഒരു കൂടി തൈരുണ്ട് വാങ്ങ്. തൈര് വാങ്ങിയാലും കുറച്ച് ഉപ്പുണ്ടെങ്കിൽ എന്ത് തിന്നാ? ചോറുന്ന. നേരെ മറിച്ച് നമ്മൾ ഹോട്ടലിൽ കയറി ഇങ്ങനെ വന്നോളിന്നാണ്. ചില സാധനങ്ങളൊക്കെ കമ്മിയുണ്ട്, എന്നാലും നമുക്ക് എന്തെന്നോ കാരണം നേരെ മുന്നേക്ക് കുറച്ച് കറിയാണ് കൊണ്ടെന്ന് വെച്ച് അതോടെ മോട്ടക്ക് ചിന്തല്ലേ കള്ള മനുഷ്യനെ പറ്റിക്ക നോണയും പറഞ്ഞിട്ട് ഈ നാട്ടുവെച്ച നേരത്തെ വിളിച്ചെത്തിട്ട് നേരെ മറിച്ച് കറിയില്ല ചോറേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ എതിരും അറിയല്ല. അത്രേ ഉള്ളൂ, അത് മതി. മനസ്സിലായില്ലേ? കുറച്ച് ഉള്ളിയോ, കുറച്ച് ചെറിയ ഉള്ളിയും, കുറച്ച് ഒരു പച്ചമുളകും ലേശം ഉപ്പുണ്ടെങ്കിൽ എന്ത് തിന്നാ? അറി മനുഷ്യന്മാരെ ചോറുന്നൂടെ? അതല്ലേ അത്യാവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങളെ ഇപ്പൊ ഇതിനെന്താ പറഞ്ഞത്? ഇതെല്ലാം മനസ്സിലാക്കണം. ഇപ്പൊ ഭയങ്കര കള്ളത്തരാണ് നടക്കുന്നത്. എന്താണ് അള്ളാന്റെ ദീന്? രോമോ? അള്ളാന്റെ ദീൻ എന്താണ്? രോമമാണോ? അള്ളാന്റെ ദീന് രോമോ? എന്തിനാ? ലഖദ് അർസൽനാ റുസുലനാ ബിൽ ബയ്യിനാതി വഅൻസൽനാ മഅഹുൽ കിതാബ വൽ മീസാന ലിയഖൂമ അന്നാസു ബിൽ ഖിസ്ത്. നീതിക്ക് വേണ്ടി ഇറക്കിയതല്ലേ ദീന്? അപ്പൊ നീതിയല്ലേ ഇവിടെ പ്രധാനം. മനസ്സിലായില്ലേ പറഞ്ഞത്? രോമം കുറെ ഉണ്ട്, പക്ഷെ എന്തില്ല? നീതിയില്ല. എന്ത് ദീനാണുള്ളത്? ഒരാള് രോമം രാവിലെ വൈകുന്നേരം പഠിക്കും, പക്ഷെ അയാൾക്ക് എന്തുണ്ട്? നീതി ഉണ്ടെങ്കിൽ അയാളല്ലേ ദീന്റെ അവലുകാരൻ. ഒരു പൊടി താടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ മുഹമ്മദ് അലി ശിഹാബിന്. ഉണ്ടായിനോ? പറയും മനുഷ്യന്മാരെ, എന്തേ? മുഹമ്മദ് അലി ശിഹാബ് എന്നൊരാൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഒരു പൊടി താടി ഉണ്ടായിരുന്നോ? പറയും മനുഷ്യന്മാരെ, ഇത്തരം താടി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എന്നാൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിൽ ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും കൂടുതൽ സേവനം ചെയ്ത ഒരാൾ ആരാ? ആരാണ്? ആ മനുഷ്യൻ തന്നെ അല്ലേ? പരമാവധി വിഷയത്തിൽ നീതിയോടുകൂടെ തീരുമാനം ഉണ്ടാക്കി കൊടുത്തേ. പരമാവധി അഹൃസമാനല്ലേ, അത്രേ കഴിയുള്ളൂ. ഒരാൾക്കും ജാമ്യം ചെയ്ത് നിന്നിട്ടുമില്ല, മുമ്പ് ഇഷ്ടമില്ല. ഹക്കാണ് ഞാൻ ഈ പറയണത്. പരമാവധി ഒരു വിഷയത്തിൽ നീതിയോടുള്ള തീരുമാനം ഉണ്ടാക്കി കൊടുത്തത്. രോമൊന്നും മുഖത്തില്ല, പക്ഷെ എന്തിന്റെ ആളാണ്? ദീനിന്റെ ആളാ. മനസ്സിലാണ്ട പറഞ്ഞത്? അതല്ലേ വേണ്ടത്. ഇപ്പൊ കുറച്ച് ആളുകൾ നമ്മൾ ഞാൻ കുറ്റല്ല പറഞ്ഞ മനസ്സിലാവും. ഇതിന്റെ അർത്ഥം താടി വേണ്ടെന്നല്ല. നിങ്ങൾ നേരെ മനസ്സിലാക്കിയത് നിങ്ങൾ എല്ലാവരും ഇത് കഴിഞ്ഞാൽ പോയി പഠിക്കണം എന്നല്ല. അതിന്റെ മാന അതല്ല. എന്താണ് അതിന്റെ മാന? നമുക്ക് അള്ളാന്റെ ദീനിന്റെ പ്രാധാന്യം അനുസരിച്ച് എല്ലാ സുന്നത്തും കൂടി നടപ്പിലാക്കാൻ എനിക്ക് കഴിയൂല. നിങ്ങൾക്ക് കഴിയോ? പറയും മനുഷ്യന്മാരെ. പക്ഷെ പ്രാധാന്യം അനുസരിച്ച് വേണം. ആദ്യം തുണി കൊടുക്കണം, എന്നിട്ട് ബനിയൻ ഇടണം. ബനിയട്ടു മനസ്സിലായില്ല? മനുഷ്യന്മാരെ ബനിയൻ ഇട്ടു ഉണ്ടായില്ല, തുണി എടുത്തില്ല. എന്നിട്ട് ഇങ്ങനെ മൂപ്പര് താടി മർപ്പിച്ച് ഇങ്ങനെ ഇറങ്ങി. നേരെ മറിച്ച് കുപ്പായല്ല ബനിയാനും ഇല്ല. മൂപ്പർക്ക് എന്തുണ്ട്? തുണിയുണ്ട്, താടി ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. അങ്ങനെയുള്ള ഇഷ്ടം പോലെ സാധ്യങ്ങൾ പണ്ടുണ്ടായില്ലേ? കുപ്പായ ഇടൂല, പക്ഷെ എന്തുണ്ട്? താടിയുണ്ട്, തുണിയുണ്ട്, അൽഹംദുലില്ലാഹ്. ഇത് തൗറത്തെ മറക്കാതെ താടി വർപ്പിച്ച് നടക്കുക, എന്നിട്ട് സുന്നത്തന്മാരായി നടക്കുക. അപ്പൊ അതൊക്കെ നമ്മളെ വളരെ മനസ്സിലാക്കണം. ജനങ്ങളെ വഞ്ചിക്കുന്ന കാലമാണിത്. ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ചും ചിന്തിക്കണം. കാരണം ഇത് ആഖിറ സമാനാണ് എന്ന് മനസ്സിലാക്കണം. ജനങ്ങൾ വഞ്ചിതരാകുന്നുണ്ട്. ജനങ്ങൾക്ക് എന്താണ് ഇന്നത്തെ ദീനെന്താ, ദീനല്ലാത്ത എന്താണ് ഇനി കുറച്ചു കാലത്ത് തിരിച്ചറിയില്ല. അത്തരം ആപത്തിലേക്കാണ് നീങ്ങാൻ പോണത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വളരെ ഭയാനകമായ ഇതന്നെ.
ഫത്തബിഊനി, നിങ്ങൾ എന്നെ അള്ളാനെ പ്രേമിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം. അത് അതിന്റെ ഘട്ടനുസരിച്ച്. ഓട്ടം ചാട്ടവും സ്കൂളിലുണ്ട്, ഡാൻസും കളി അതുണ്ട്, പാഠം പഠിക്കലുണ്ട്. പാഠം ആരാലി പഠിക്കൂല. ഓട്ടം ചാട്ടത്തിന് ഉഷാറായാൽ പരീക്ഷ പാസ്സാവോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നേരെ മറിച്ച് അത്യാവശ്യം പാടൊക്കെ പഠിക്കുന്നുണ്ട്, ഓട്ടം ചാട്ടത്തിന് അതും തിരക്കണില്ല. എന്നാക്കെ മെല്ലെ എന്താ ആടൊപ്പില്ലേ പറയേ, അത് തട്ടിയൊപ്പിച്ച് അങ്ങനെ കേട്ടു. അപ്പൊ അത് തന്നെ ഖുൽ നബിയെ തങ്ങൾ പറയുക, ഒരാൾക്ക് എന്താ ആദ്യമായിട്ട് വേണ്ടത്? ഹക്ക് ബാത്തിലിന്റെ ഒരു ബോധം വേണം. ദീൻ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് അറബികളെ മുഖത്ത് രോമം പിറ്റാക്കാൻ വേണ്ടി വന്ന മതം നല്ല ഇസ്ലാം. അങ്ങനെയൊന്നും ഒരാളും വിചാരിക്കണ്ട. ഇവിടെ കുറച്ച് രോമം പിറ്റാക്കിയതുകൊണ്ട് ഇസ്ലാം ആവുന്നു. പാവപ്പെട്ട ഹിന്ദുക്കളെ വരെ നമ്മൾ വഞ്ചിക്കാണ്. എന്നിട്ട് എന്ത് കള്ളത്തരം കാണിക്ക, എന്നിട്ട് മാപ്പിളാര് മോശം എന്ന് അവര് പറയാ. ഈ താടി കൊണ്ട് നമ്മൾ നടക്കുക, എന്നിട്ട് നമ്മളെ അന്യ സമുദായക്കാരെ മുന്നിൽ നമ്മള് എന്ത് ചെയ്യാം? ഒരു മനുഷ്യൻ ചെയ്യാത്ത പണി ചെയ്യാം. എന്നിട്ട് അവരെന്ത് പറയാ? ഈ താടി ഇവിടെ ഇല്ലെങ്കിൽ ഇസ്ലാമിനെ വല്ലാ കുറ്റം പറയില്ല. നേരെ മറിച്ച് ഈ താടിയോട് കൂടെ ഈ തോന്നി വൃത്തിയോട് ചെയ്യുമ്പോ അവർ നേരെ ആക്ഷേപിക്കുക ആരെയാണ്? ആരെയാണ്? നേരെ ദീനിനെ ആക്ഷേപിക്കുക. നിങ്ങൾക്കൊരു സംഭവം അറിയോ? ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അതിന്റെ വസ്തുത എന്ത് അല്ലാഹു അഅലം, എനിക്കതിനെ പറ്റി അറിയൂല, അറിയേണ്ട ആവശ്യവും ഇല്ല. അതൊക്കെ പോലീസും ഡിപ്പാർട്ട്മെന്റും തീരുമാനിക്കട്ടെ. അല്ലാഹു തആലയുടെ ഹക്കിൽ തീരുമാനം വരട്ടെ. അത്ര തന്നെയുള്ള അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരു പണ്ഡിതനെ ആവശ്യമില്ലാതെ കുഴക്കാണെങ്കിൽ അല്ലാഹു അതിനോട് കാത്തുരക്ഷിക്കട്ടെ. അതല്ല എന്റെ നീതി പോലെ ആട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. എന്താണെങ്കിലും അല്ലാഹു തആല ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട്, പക്ഷെ അവിടെ എല്ലാം എന്റെ വർത്താനം. ഞാൻ അതിലൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഇന്ന് നേരം വരുന്ന ആളാണ്. എന്തുകൊണ്ട്? ഒരാളെ ഒരു മുന്നിൽ നിൽക്കുന്ന ആളെ മേലെ ചേറുണ്ടായാൽ സമുദായത്തിൽ മൊത്തം ഉണ്ടാവും, ചേറാവും. വലിയ വിഷയമാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് എന്റെ ദുആ. എന്റെ തേട്ട അങ്ങനെയാണ്. എല്ലാ മുസ്ലിമീങ്ങളായിട്ടും അങ്ങനെ തന്നെയാണ് അല്ലെ? പറയും മനുഷ്യന്മാരെ 90% അങ്ങനെ തന്നെ തേടുണ്ടാകുക. വെറുതെ ചില സംഘടനാപരമായ വൈരാഗ്യം. എന്ത് സംഘടനാ വൈരാഗ്യത്തിന് മേലെയാണല്ലോ ഇസ്ലാം എന്നാണ് സംഗതി അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ദീനെന്നാൽ ഗുണകാംക്ഷയാണ്. ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അയിമ്മത്തിൽ മുസ്ലിമീന വലി അയിമ്മത്തിഹിം. 5 ആളുകൾക്ക് ഗുണം കാംക്ഷിച്ചാലേ ദീനിൽ പെടുള്ളൂ. ഒന്ന് അള്ളാഹ്ക്ക് ഗുണം വരട്ടെ, അള്ളാഹ് റസൂലിന് ഗുണം വരട്ടെ, അള്ളാഹിന്റെ കിതാബിന് ഗുണം വരട്ടെ, പിന്നെ മുസ്ലിം നേതാക്കൾക്ക് ഗുണം വരട്ടെ, മുസ്ലിം ബഹുജനങ്ങൾക്ക് ഗുണം വരട്ടെ. ഈ 5 മർത്തബയിലും ഗുണം കാംക്ഷിച്ചാൽ മാത്രമേ എന്താവുള്ളൂ? മുസ്ലിം ആവുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതിൽ അയാളും പെടുമല്ലോ, പറയപ്പെട്ട പെൺകുട്ടിയും പെടും. അല്ലാഹു അഅലം. ഒരു കുഴപ്പമില്ലാത്ത രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കി തരട്ടെ, ഒരു കുഴപ്പമില്ലാതെ ആക്കി തരട്ടെ. പക്ഷേ എന്റെ വിഷയം അതല്ല. എന്റെ വിഷയം എന്താന്ന് വെച്ചാല്, ഇതിൽ വന്ന ഇത് സംബന്ധമായി സോഷ്യൽ മീഡിയയിൽ വന്ന ചില കമന്റുകൾ ഈ അടുത്ത ദിവസം കളക്ട് ചെയ്ത ചില ആളുകൾ എനിക്ക് അയച്ചു തന്നിരുന്നു. ഞാൻ വളരെ വേദനിച്ചു പോവുക. എല്ലാരും കുറ്റം പറഞ്ഞ മുസ്തഫ നബിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായില്ല? ഇവിടെ ആക്ഷേപിക്കപ്പെടുന്നത് ആരെയാണ്? ഇവിടെ ആക്ഷേപിക്കപ്പെടുന്ന ആരെയാണ്? റസൂലുള്ളാഹിനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ ഭാര്യയുടെ പോലും ഔറത്തിലേക്ക് നോക്കാത്ത ആളാണ് മുഹമ്മദ് മുസ്തഫ. പിന്നെ ആരാന്റെ പെണ്ണുങ്ങൾ നോക്കുവോ? മാ റഅയ്തു മിൻഹു വമാ റഅ മിന്നി. എന്റെ ഔറത്ത് നബി നോക്കിയിട്ടില്ല, നബിയുടെ ഔറത്ത് നോക്കാനുള്ള അവസരം എനിക്ക് ഉണ്ടാക്കി തന്നിട്ടില്ല. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. മനസ്സിലായോ പറഞ്ഞത്? അത്രയും ശുദ്ധനായ ആളാണ് എന്ത് മുഹമ്മദ് മുസ്തഫ. പക്ഷേ ഇസ്ലാമിന്റെ എതിരാളികളോട് ആക്ഷേപിച്ചത് ആരെയാ? ആരെയാ? റസൂലുള്ളാഹിനെയാണ്. നമ്മൾ ഈ താടി വെച്ചിട്ട് തോന്നിയാസം ചെയ്താൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ, ഒരു ഇടപാടിൽ മോശമായി പെരുമാറിയാൽ, മനസ്സിലായോ, അവിടെ മറ്റുള്ളവര് ആ കാണൽ എന്താണ്? നമുക്ക് ദീനുണ്ട്, എന്നിട്ട് ഇവരിങ്ങനെ ഒരു വളരെ മോശമാണ്. നേരെ മറിച്ച് ഇവനിൽ ഒരു ചെയ്യാറില്ല നോക്കാം, നിസ്കാരത്താൻ പോലില്ല, താടിയില്ല, അവന് തോന്നിയാസം ചെയ്താല് അപ്പോൾ ഭാർഗവൻ നാരായണനോട് പറയും, അത് ആ ചെങ്ങായി മാപ്പിളാരെ കൂട്ടത്തിനെ പെട്ട ആളാവുന്ന സംശയമാണ്, ഓനാണ് വള്ളിയും പറമ്പൊന്നും ഇല്ലാത്ത, ഓൻ പിന്നെ തോന്നിയാസം ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ലല്ലോന്നും
പറയും. അപ്പോൾ അവിടെ നാരായണനും പിന്നെ നീലാണ്ടനും ആരെ ഒഴിവാക്കും? ഇസ്ലാമിനെ ഒഴിവാക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? അതും ആ മതം അങ്ങനെ തന്നെയല്ലേ. ആ മതത്തിൽപ്പെട്ട ഒരു കാഷായ വേഷധാരിയായ ഒരു കാഷായ വേഷം ധരിച്ച ഒരു സന്യാസി വേഷം ധരിച്ച ഒരാളൊരു വൃത്തികേട് ചെയ്താൽ നമ്മൾ ആരെ കുറ്റം പറയാം? ഹിന്ദു മതത്തെ പറയും. മനുഷ്യന്മാരെ നിങ്ങൾ എന്താ ഉണ്ടായിരിക്കുന്നത്? ആരെ കുറ്റം പറയാം? ആ സമൂഹത്തിൽ നേരെ മറിച്ച് ഒരു വേറെ ഏതോ ഒരു നീലാണ്ടനെ തോന്നിയാസം ചെയ്തു, അവൻ അമ്പലമല്ല മറ്റോ ഇല്ലാന്ന് വെക്കുക. അപ്പൊ നമ്മൾ പറയും ഹിന്ദു മതത്തിനോടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളാണ്, ഓനെ ചെയ്യുന്നതിലൊന്നും വലിയ അത്ഭുതമല്ല. നേരെ മറിച്ച് സന്യാസി ചെയ്താൽ അങ്ങനെയല്ലല്ലോ പറയാം. ആ പള്ളിയത്തം ചെയ്താൽ അങ്ങനെ പള്ളിക്കൊന്നും പോകാത്ത ഏതോ ഒരു ജോസഫ് ഒരു തോന്നിയാസം ചെയ്താൽ നമ്മൾ എന്താ പറയാ? ഓന് പള്ളിയില്ല, ചർച്ചുമില്ല, ഇടവകയില്ല, കപ്പ്യാരും ഇല്ലാത്ത ചങ്ങാതി തോന്നിയാസം ചെയ്യുന്നുള്ള കാര്യം ഉറപ്പല്ലേ എന്നാ പറയാ. നേരെ മറിച്ച് കപ്പ്യാർ ചെയ്താലോ? പറയും കപ്പ്യാർ ചെയ്താലോ? പള്ളിയിലത്ത് ചെയ്താൽ എന്താ പറയാ? ക്രിസ്തുമതം അങ്ങനെ തന്നെയല്ലേ, അങ്ങനെയല്ലേ പറയാ? അതുകൊണ്ടാണ് എന്ത് ചില മുസ്ലിം രാജ്യങ്ങളിൽ താടി വെക്കണമെങ്കിൽ ലൈസൻസ് വേണം. താടി ലൈസൻസ് വേണം. വളരെ നല്ല നിയമമാണ്, വളരെ നല്ല നിയമമാണ്. ചില മുസ്ലിം രാജ്യങ്ങളിൽ താടി വെക്കണമെങ്കിൽ ലൈസൻസ് വേണം. എന്തുകൊണ്ട്? ഭീകരവാദികൾ താടി വെച്ച് നടക്കാണ്. അപ്പൊ സാലിങ്ങൾ താടി വെക്കൂല. പ്രഥമ ദൃഷ്ട്യാ അവനെ താടി വെച്ചാൽ കണ്ടപ്പോ ഭീകരവാദിയാണ്, അപ്പൊ താടി കൊണ്ട് ഒഴിവാക്കും. നല്ല നടപ്പ് നടക്കാത്തവര് മുഴുവൻ താടി വെക്കുകയാണെങ്കിൽ പിന്നെ താടി പഠിക്കലല്ലേ? പറയും മനുഷ്യന്മാരെ, നിങ്ങൾ എന്താ ഉറങ്ങണത്? നിങ്ങൾ ഓരോന്ന് ചിന്തിക്ക്. ചില മുസ്ലിം രാജ്യങ്ങൾ അങ്ങനെ ഉണ്ട്, വലിയ വലിയ സാലിങ്ങളുണ്ട്, അള്ളാന്ന് മാത്രം ചിന്തിക്കുള്ളൂ, താടിയില്ല. എന്നിട്ട് ആളുകൾ എനിക്കറിയാം ഭയങ്കര മുത്തക്ക നിങ്ങൾ താടി ഉണ്ടാവില്ല, രാവിലെ വൈകുന്നേരം പഠിക്കും. ലോകക്കള്ളന്മാര് ആ നാട്ടിൽ താടി ചേർക്കുന്നുണ്ട്. ഞാൻ എന്തിനാത് പറയുന്നറിയും? നിങ്ങൾ ഈ ബാഹ്യമായ കളികൾ കണ്ടിട്ട് വഞ്ചിതരാകണ്ട. ബാഹ്യമായ ഫിറ്റിംഗ് ആണ് ഇപ്പൊ ചെയ്യുന്നത്. സുന്നത്ത് എടുക്കണ്ടേന്ന് വെച്ചാ പിന്നെ വന്നിട്ട് പറയാണ് എന്ത്? ആ വയറ് പറഞ്ഞ മൂല്യർക്ക് ഒരു പൊടി താടിയില്ലല്ലോ, ഒരു പൊടിയല്ല 10 പൊടി ഉണ്ടായിട്ട് എന്താ ഞങ്ങൾ കാര്യം? എന്താ കാര്യം? എന്താ കാര്യം? രാവും പകലും തോന്നിയാസം കളിക്കണ പണിയല്ലേ? എന്നാ ഇതെല്ലാം ഒത്തു പോകുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്. മനസ്സിലാണ്ട് പറഞ്ഞു. വളരെ ചിന്തിക്കണം. ബാഹ്യമായ സുന്നത്തുകള് അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റല്ലേ നടക്കാം. ആരെ കൈ കൊറ്റൂല. പെണ്ണുങ്ങളെ പൊരി ചെന്ന ചവിട്ടും. അടുത്ത പൊരക്കാർക്ക് ഓളെ കരച്ച് നിൽക്കാൻ വയ്യ. ഓൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റിന് നേതൃത്വം നൽകും. ഓന്റെ ഊരക്ക് ചവിട്ടേ നമുക്ക് സ്വർഗം കിട്ടും. സത്യാണോ അല്ലേ? കുറച്ച് ദിക്റന്മാർ ഇറങ്ങിക്കണം. അയൽവാസികളോട് മാന്യമായി പെരുമാറൂല, പെണ്ണുങ്ങളോട് മാന്യമായി പെരുമാറൂല, അളിയനോട് മുണ്ടിട്ട് 10 കൊല്ലം ഉണ്ടാവും. എന്നിട്ട് ദിക്റല്ലാണ് എന്നിട്ട് ഇങ്ങനെ മാലി മറിച്ച് പ്ലും പ്ലും നിറഞ്ഞ് നടക്കുക. അതാ ഇസ്ലാം മതം. ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ എന്താ? അളിയനോട് അസ്സലാമു അലൈക്കും എന്നറിയാം. 1000 കൊല്ലം ദിക്റലിന്റെ മേലെയാണ്. അളിയനോട് എന്ത് പറയാ? പറയാങ്ങായി എന്നും ഉണ്ടാക്കണ് അസ്സലാമു അലൈക്കും എന്നറിയാം. അളിയനോട് അസ്സലാമു അലൈക്കും എന്നറിയാം. എന്റെ അമ്മോശാക്ക മരിച്ചിട്ട് മുതൽ ഒരിച്ചപ്പോഴേ എന്തോ എന്റെ പെണ്ണുങ്ങൾക്ക് മര്യാദ കിട്ടിയിട്ടുണ്ടാവില്ല. നോമ്പ വലിയ ദിക്റിന്റെ ഔലിയെ. എന്നിട്ട് എന്ത് ചെയ്യാ? ഈ 1.5 മീറ്റർ താടി വെച്ച് നടക്കുക. അളിയനോട് മിനിറ്റിന് 10 കൊല്ലായി. എന്ത് ഇസ്ലാമാണ്? അത്തരം സംഗതിയിലൊക്കെ ക്ഷമിച്ചു കൊടുക്കണം. ഖുർആൻ പറഞ്ഞിട്ടില്ലേ? മുത്തുനബി പറഞ്ഞിട്ടില്ലേ? പറയും മനസ്സിലായില്ലേ? അവിടെ തോറ്റു കൊടുക്കേണ്ടത് ആരാ? ദീനിന്റെ ഷിയാറുള്ളവരല്ലേ? അല്ലെങ്കിൽ ആ ഷിയാർ പഠിച്ചൊഴിവാക്ക്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എനിക്ക് നിങ്ങളും ഞാനും തമ്മിലേ ഒരു പ്രശ്നം ഉണ്ടായ തോറ്റേണ്ടത് ആരാ? ഞാനല്ലേ മാഷേ? ഇല്ലെങ്കിൽ ഞാൻ ഇത് പഠിച്ചു നടക്കണ്ടേ? ഈ കുപ്പായൊക്കെ ഒഴിവാക്കണ്ടേ? എന്നിട്ട് ഞാൻ ആരെ തെറാക്ക് വിടൂല. ഞാൻ നിങ്ങളോട് മിണ്ടിട്ട് നിങ്ങളെ തൊട്ട അയൽവാസിയാ, മിണ്ടിട്ട് 10 കൊല്ലായി. എന്നിട്ട് ഞാൻ ദിക്ർ ചൊല്ലി നടക്കുക. എന്തിനാണ് ആ ദിക്ർ? അള്ളാനെ ശുർബ് ചെയ്താൽ ഖൽബിന്റെ ഉള്ളിൽ അള്ളാ എന്ന കലിമത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവന്റെ ഖൽബല്ലേ നന്നാവുക. ആദ്യം നന്നാണ്ട് എന്താണ്? ആദ്യം നന്നാണ്ട് എന്താണ്? ഖൽബല്ലേ. നിങ്ങൾ എന്താണ് മനസ്സിലാക്കാത്തത്? 5 ആയത്തും കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി ഇറാഖ് വഴിയിൽ നിന്ന് വരുന്ന സമയത്ത് ഖദീജ ബീബി എന്താ ഹബീബായ നബിയോട് പറഞ്ഞത്?
ഇന്നക ലതസിലുർ റഹ്മ, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. അപ്പൊ ഇസ്ലാം നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് തന്നെ കുടുംബബന്ധം ചേർക്കുന്ന ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. നമ്മള് ദിവസം 1000 ദിക്റിലും കുടുംബത്തെ ഒരു ബന്ധമല്ല. ഈ ദിക്റിനെ പറയിപ്പിക്കും. ഇവൻ ദിക്റി അല്ലാലേ എന്തിനെ പറയിപ്പിക്കും? പറയും മനുഷ്യന്മാരെ, ഇവൻ ദിക്റി അല്ലേ എന്തിനെ പറയിപ്പിച്ച്? ദിക്റിനെ പറയിപ്പിച്ചില്ലേ? പറയണം, മനസ്സിലാക്കണം മാഷേ, ആജിയന്മാരെ, നിങ്ങളിത് മനസ്സിലാക്കി. ഇത് എന്ത് നമ്മൾ ഷിആറുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജീവിക്കണ്ടേ? ഞാൻ താടി തലയെക്കെട്ടും തൊപ്പിയും വെച്ച് ഇരിക്കുക, എന്നിട്ട് അങ്ങാടിന്റെ അവിടെ ഇരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ബസ് ഇറങ്ങും കയറും ചെയ്യുന്ന ഒരൊറ്റ പെണ്ണിനെ വിടൂല. തൊപ്പിയും വെച്ച് ഇങ്ങനെ നോക്കി നോട്ട് ഇങ്ങനെ നോക്കുക. എന്നിട്ട് പരിസരത്തെ ആളുകൾക്കൊക്കെ അറിയാം ആചാര്യ ഒരൊറ്റ പെണ്ണിനെ വിടൂല. അതിന് നല്ലത് അയാൾക്ക് എന്താണ്? കുറച്ച് കുറ്റം കുറയാൻ അയാൾക്ക് നല്ല എന്താ? ആ തൊപ്പി നാളെ വെക്കാക്കുക, താടിയാൻ പഠിക്കുകയും ചെയ്യാം. എന്നിട്ട് അയാൾക്ക് കൈ നോക്കാൻ നോക്കിക്കോട്ടെ, അതിന്റെ കുറ്റം ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? പറയ മനുഷ്യന്മാരെ, നമ്മളവിടെ ഉണ്ടായിരുന്ന കള്ളുടിയും മമ്മൂശാക്ക, കള്ളുടിയും മമ്മീശാക്ക എന്നാളുണ്ടായിന്. ഭയങ്കരമായിട്ട് സംഭവം. അതില് മൂപ്പര് കള്ളുടിക്കും, മുസ്ലിമാണ്, കള്ളുടിക്കും. ഒരു ദിവസം കള്ള് ഷാപ്പിൽ ഇങ്ങനെ ഇരിക്കണ സമയത്ത് അലക്ക് തോർത്തുമുണ്ട്, നല്ല ഉഷാറുള്ള വെള്ള തുണിയും വെള്ള കുപ്പായം വെള്ള തോർത്തുമുണ്ട് ഇട്ട ഒരു ചങ്ങായി കള്ള് ഷാപ്പൊക്കെ കയറി വന്നു. അതില് മമ്മീശാക്കൊക്കെ ദേഷ്യം വന്നു. മമ്മീശാക്ക കള്ള് കുടിച്ച് ഇരിക്കണ നേരത്തെ അത് കാണുന്നത്. മമ്മീശാക്ക എണീറ്റാണ് എന്നാണ്ട് ആ രണ്ടട കൊടുത്ത് എന്താ പറഞ്ഞെന്ന് തീകൂടി ഇപ്പൊ പറയാൻ പറ്റൂല. എടാ, കള്ള് കുടിക്കുകയാണെങ്കിൽ കുടിച്ചോ, ഇസ്ലാമിനെ പറയിപ്പിച്ച് കുടിക്കരുത്. മമ്മീസ കുടിച്ച മാതിരി കുടിച്ചോ. മനസ്സിലായില്ല? വെള്ള തുണി വെള്ളക്കുപ്പായം ഒരു അലക്ക് തോർത്ത് തല്ലിൽ കെട്ടിയിട്ടുണ്ട്. ഇപ്പം കള്ളുടിക്കാൻ വന്നപ്പോ മമ്മീശാക്കാന്റെ അടുത്ത് തല്ലിട്ടീന്. കാരണം മമ്മീശാക്ക പറഞ്ഞ് മമ്മീസ കുടിക്കണ മാതിരി കുടിക്ക്, ഇസ്ലാമിനെ പറയിപ്പിക്കല്ലേ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അത് വളരെ വലിയ വാക്ക് തന്നെയല്ലേ അത്. കാരണം നമ്മൾ കള്ള് ഷാപ്പ് പോകുകയാണെങ്കിൽ അതോ ഒഴിവാക്കിക്കൂടെ? കള്ള് ഷാപ്പ് പോയാലും കുറ്റല്ലേ? കുറ്റം തന്നെ. പക്ഷെ ഈ നിലക്ക് പോയാലോ അള്ളാഹ് പുറത്തു കൊടുക്കോ? ഇതെന്തിനാ അവിടെ പറഞ്ഞെന്നറിയാം? സുന്നത്തന്മാരും തെറങ്ങ വലിയ 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 ഇതിലൊക്കെ നിറച്ച് രോമം, പുൽക്കൈ കുപ്പായം രോമം, ചന്തിയൊക്കെ മറക്കണ നല്ല കുപ്പായം, ഇതൊക്കെ അങ്ങനെ ഇട്ട് നടക്കുക. ഒരു അക്കുമില്ല, ഒരു ബാത്തിലുമില്ല, ആ അയൽവാസിയോട് മിണ്ടൂല, പിന്നെ മാന്യമര്യാദക്ക് ഒരു കാര്യത്തിൽ പെരുമാറൂല, ഇടപെടൂല. മനസ്സിലായില്ലേ? ഒരു 10 ഉറുപ്പ്യന്റെ സഹായം ഒരു എങ്ങനെ ചോദിച്ചാൽ കൊടുക്കൂല. സത്യല്ലേ? നിനക്കിങ്ങനെ ആ ജാതി മനുഷ്യന്മാർക്ക് ഈ ബാഹ്യമായ സുന്നത്തുണ്ടായിട്ട് എന്താണ് ഇസ്ലാമിൽ കാര്യം? എന്താ ഇസ്ലാം? രോമോ? അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം. നമ്മളെ ശിആറുകൾ നമ്മളെ ദീനിനെ പറയിപ്പിക്കരുത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നിസ്കാരത്താമ്പ് ഉണ്ടായിക്കോട് തോന്നിയാസം ചെയ്യരുത്. നിസ്കാരത്താമ്പുള്ള ഒരു തന്നെ ഒരു തോന്നിയാസം ചെയ്തിട്ട് പോലീസ് പിടിച്ചാൽ പത്രക്കാരെ ആ താമ്പുമ്പോ തന്നെ ഫോട്ടോ എടുക്കും. സത്യാണോ? അല്ലേ? എന്താ മനസ്സിലാക്കാത്ത? അതാണ് ഞാൻ ഈ പറയുന്ന അർത്ഥം. അല്ലേ? പറ. ആ താമ്പമ്മളായിരിക്കും ഫോട്ടോ എടുക്കുക. എന്നിട്ട് അയാൾ കാട്ടിയ വൃത്തികേട് പറയും. അപ്പൊ ഇവിടെ എന്തിനാ നിന്നിച്ച്? ഇവന്റെ താമ്പ് ഈ നിസ്കാരം എന്ന അഫ്ളൽ അഅമാലിൽ ബദനിയത്തി കുല്ലിയ, ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ അമലാണ് എന്ത്? നിസ്കാരത്തിൽ നിന്നിച്ചില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ ഒക്കെ വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരായത്താണ്. മനസ്സിലായില്ലേ? ദീനനുസരിച്ച് ആവറേജ് ജീവിക്കാൻ കഴിയുമെങ്കിൽ ഷിആറൊക്കെ നല്ലതുമാണ്, അതിനെ കൂലി കിട്ടും. അല്ലെങ്കിൽ ഷിആറ് കുറ്റം കിട്ടും. മനസ്സിലായോ? അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുന്നത്. സാധാരണക്കാരൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു ഇരട്ടി ശിക്ഷയാണ്. പണ്ഡിതൻ തെറ്റിയതാലോ 2 ഇരട്ടിയാ, ഏറ്റവും ചുരുങ്ങിയത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? അയാളെ കണ്ടിട്ട് ജനങ്ങള്, അയാൾ മോശം ചെയ്ത ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നുപോലെ. അതാണ് പ്രശ്നം. അതന്നെ പ്രശ്നം, തന്നെ പ്രശ്നം, അതന്നെ പ്രശ്നം.
നിലവിലുള്ള മതപ്രബോധനങ്ങളൊക്കെ നിർത്തിയാല് ലോകത്തുള്ള ആളുകളൊക്കെ ഞാൻ മുസ്ലിം ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് മുസ്തഫ അത്താതുർക്ക്. നിലവിലുള്ള മതപ്രബോധകന്മാരെല്ലാം പണി നിർത്തിയിട്ട് അടുക്കളയിൽ പോയി ഇരുന്നാൽ ലോകത്തുള്ള ബാക്കിയുള്ള മനുഷ്യന്മാരെ ഞാൻ മുസ്ലിം ആക്കി തരാണ്. മുസ്തഫ അത്താതുർക്കിന്റെ ഒരു വാക്കാണ്. അയാളൊരു പരിധി വിട്ട ആൾ തന്നെയാണ്. മനസ്സിലായി എന്താണെങ്കിലോ പറഞ്ഞ വർത്താനത്തിൽ ഒരു മെസ്സേജ് അതിലുണ്ട്. അപ്പൊ മറ്റുള്ള ആളുകളെ ഇസ്ലാമിലേക്ക് വരുന്നതിന് തടസ്സാരാ ഈ സുന്നത്തന്മാര്. അവർക്ക് ഒരു ആക്കും പാത്രം ഉണ്ടാവില്ല, അവര് മാന്യമായി പെരുമാറൂല. ഞാൻ നിങ്ങളോട് പൊമ്പട്ട ഒരു കഥ പറഞ്ഞില്ലേ, ലൈന് മാറ്റി വലിക്കേണ്ടി വന്നപ്പോ എന്ത് ചെയ്ത് ബാപ്പ എന്ത് ചെയ്ത് ഒരു ഹിന്ദുവായ ഉദ്യോഗസ്ഥനെ ഓവർസിയറോ മറ്റേ വന്ന് നോക്കി അയാൾ അതിന് സാങ്ഷൻ പേപ്പർ ഒപ്പിട്ട് തന്നിട്ട് അപ്പൊ ബാപ്പ അയാൾക്ക് ചായ പൈസ കൊടുത്തു. അപ്പൊ അയാൾ പറഞ്ഞ അത് എനിക്ക് വേണ്ട, ആവശ്യത്തിനുള്ള ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷെ ഇത് ഓഫീസിൽ നാളെ വന്ന് ഒപ്പിട്ട് പോരണമെങ്കിൽ അസീസിന് എന്തെങ്കിലും കൊടുക്കാതിരിക്കാൻ കഴിയൂല. മനസ്സിലായില്ല? അവിടുത്തെ കറണ്ട് ഓഫീസിലെ പ്രധാനപ്പെട്ട ആളാണ് ആര്? അസീസ്. എനിക്കൊന്നും വേണ്ട ആചാര്യ, അസീസിന് എന്തെങ്കിലും കൊടുത്തോണ്ടില്ലെങ്കിൽ എന്നെ അത് ഒപ്പിട്ട് തരൂല. എന്റെ ആപ്പനോട് പറഞ്ഞത് ഞാൻ കേട്ടതാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? ഇത് ആരെങ്കിലും പറഞ്ഞതല്ല. എന്റെ ചോരയും എന്റെ ഇറച്ചിയും ഇതിന് സാക്ഷിയാണ്. ഓവർസിയർ വന്നിട്ട് എന്ത് ചെയ്ത് ഒരു കുഴപ്പമില്ല, ലൈന് വലിച്ചേരാ. പക്ഷെ നാളെ നിങ്ങൾ വന്നിട്ട് അതിന് പെർമിറ്റ് അവിടുന്ന് വാങ്ങുമ്പോ കസേരയിരിക്കണ ആരാ? അവിടുത്തെ പ്രധാന ഓഫീസറാണ് ആര്? അസീസ്. അസീസിന് എന്തിനു കൊടുക്കേണ്ടി വരും? ആചാര്യ എനിക്കൊന്നും വേണ്ട. അതിൽ മഴ പെയ്ത് ഇയാൾ ഓവർസിയർ തിരിച്ചു പോകുമ്പോ മഴയാളെ കയ്യിൽ കുട ഇല്ല. അപ്പൊ വാപ്പ എന്ത് പറഞ്ഞാലും എന്നൊരു കുട എടുത്തുന്നാണ്. അപ്പൊ അയാൾ പറഞ്ഞു കുട ഒന്നും വേണ്ട. പിന്നെ അയാൾ എന്ത് ചെയ്ത് കുട കൊണ്ടുപോയിട്ട്, മഴ കൊണ്ടുപോകണ്ട, കുട കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം വന്നപ്പോ കുട തിരിച്ചു കൊടുത്തു. അയാൾക്ക് അതും വേണ്ട, എനിക്ക് തൽക്കാലം കുട ഇല്ലാന്നേ ഉള്ളൂ, അയാൾക്കുള്ള സംഗതി ഉണ്ട്. നിങ്ങൾ ഒപ്പിട്ട് തരണമെങ്കിൽ ആർക്ക് കൊടുക്കണം? അസീസിന് കൊടുക്കണം. ഈ അസീസിന് അസീസ് എന്നുള്ള പേര് വന്നതല്ലേ ഇസ്ലാമിന്റെ ശാപം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതിവിടെ പറയേണ്ട ആളാരാ? ഈ വാക്ക് പറയേണ്ട ആളാരാ? അസീസ് അല്ലേ? കാരണം ദുനിയാവിലെ എല്ലാ കൈക്കൂലികളും കരിഞ്ചണ്ടകളും ചതികളും ഹറാമാണെന്ന് പറഞ്ഞ നേതാവിന്റെ അനുയായി ആരാ? ഈ അബ്ദുൽ അസീസ് അല്ലേ? ഓനല്ലേ പറയണ്ടേ? എന്ത് നാട്ടുകാരെന്ത് പറയണം? അസീസാണ് ഓഫീസിൽ, അവിടെ ഒന്നും കൊടുക്കേണ്ടി വരൂല. ഗോപാലൻ അല്പം എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, അങ്ങനെയല്ലേ പറയണ്ടേ? പക്ഷെ ഗോപാലൻ പറയാ എന്ത്? അസീസിന് എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, എനിക്കൊന്നും വേണ്ട. ശരി, അപ്പൊ അവിടെ ഇസ്ലാമിനെ പറയിപ്പിക്കണത് ആരാ? അസീസ്. ഓന്റെ പേര് എന്തൊരു ഭംഗിയുള്ള പേരാണ്. അള്ളാന്റെ അസ്മായിൽപ്പെട്ടല്ലേ? എന്ത് പറ, അസീസ് അള്ളാന്റെ ഇസ്മല്ലേ? അതിനെ പറയിപ്പിച്ചില്ലേ? ചിന്തിക്കണം. ഞാൻ അവിടെ തന്നെ ഉണ്ടാവുള്ളൂ. ഈ ബാഹ്യമായ കളിയൊന്നും കളിച്ചിട്ട് കാര്യമില്ല. എന്നാൽ അതൊക്കെ നല്ലതാണ്, ബാക്കിയുള്ളത് ഉണ്ടാവണം. ഇസ്ലാമിനെ നമ്മളെ കളി കൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. അതോ നല്ലോണം മനസ്സിലാക്കണം, അതെല്ലാം മനസ്സിലാക്കണം. ഒരാള് രണ്ട് പെൺകുട്ടികളുണ്ടായി. ഒരു പെൺകുട്ടിനെ മൂലയിൽ കെട്ടിച്ച്, ഒരു പെൺകുട്ടിനെ നാടനം കെട്ടിച്ച് എന്ന് വെക്കുക. എങ്കിൽ ഈ അമ്മാശാക്കാനോടും അമ്മായിമ്മയോടും ഏറ്റവും മാന്യത കാണിക്കേണ്ട ആളാരാ? കാണിക്കണത് ആരാന്നല്ല എന്റെ ചോദ്യം, കാണിക്കേണ്ടത് ആരാ? മനസ്സിലായില്ല? രണ്ട് പെൺകുട്ടികളുണ്ട്. ഒരു പെൺകുട്ടിനെ മൂലയെ കൊണ്ട് കെട്ടിച്ച്, ഒരു പെൺകുട്ടിയെ നാടനെ കൊണ്ട് കെട്ടിച്ചാൽ ഈ അമ്മോശാക്കാർക്കും അമ്മായിമാർക്കും ഏറ്റവും മാന്യത കിട്ടേണ്ടത് ആരെ കഴിയുന്ന? മുസ്ലിയാരെ കഴിയുന്നല്ലേ? മുസ്ലിയെ എന്താ പഠിച്ചത്? തുലാസിൽ ഏറ്റവും കനം തൂങ്ങ സൽസ്വഭാവമാണ് എന്ന് പഠിച്ച ആളല്ലേ ആര്? മോലിയര്. അപ്പൊ ഇവിടെ അമ്മോശാക്കാനോട് അമ്മായിമ്മനോട് മാന്യത ചെയ്യേണ്ട ആരാ? മോലിയര്. എന്നാ മാന്യത ചെയ്യാത്തത് ആരാവും? മോലിയര്. എങ്കിൽ അങ്ങനെ വന്നാൽ എല്ലാ മോലിയരും അല്ല. അങ്ങനെ വന്നാൽ ഇവിടെ ദീനെ പറയിപ്പിച്ചു, മോലിയരെ പഠിപ്പിച്ചു. ഉലമാ വറസത്തുൽ അംബിയാ, നബിമാരെ അനന്തരാവകാശിയല്ലേ ആര്? പണ്ഡിതൻ. അപ്പൊ ഈ മാർഗത്തെ വരെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? അവിടെ 4 പെണ്ണുങ്ങൾ കൂടി ഇരുന്നാ എന്താ പറയാ? ഓലിയന്മാരെ കാര്യല്ലേ, അത് പറഞ്ഞിട്ട് കാര്യമല്ല. പറയും മനുഷ്യന്മാരെ, അവിടെ 4 മനുഷ്യന്മാര് കൂടിയാൽ
ഏട്ടത്തിന്റെ മാപ്പിള മൂല്യര്, അഞ്ചത്തിന്റെ മാപ്പിള നാടന്. മാന്യമായ ഒരു ഇടപാടും അയാൾ ചെയ്യില്ല. അയാൾ മര്യാദക്ക് ഒരു കാര്യത്തിൽ ഇടപെടൂല. അയാളെ കൊണ്ട് ആ കുടുംബം ആ കെട്ടിച്ച അന്ന് മുതൽ തോറ്റതാണ് എങ്കിൽ അവിടെ 4 മനുഷ്യന്മാർ കൂടിയാൽ എന്താ പറയാ? മൂല്യന്മാരെ കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യം നിങ്ങൾ വേറെ വല്ലതും പറയും. ഇവിടെ ആരെയിപ്പൊ കുറ്റം പറഞ്ഞത്? അല്ല ഉലമാവു വറസത്തുൽ അംബിയാ എന്ന ദീനിന്റെ അടിസ്ഥാനല്ലേ പൊളിച്ച് അപ്പൊ മൂല്യരാകാക്കലല്ലേ? മനസ്സിലായോ? പറഞ്ഞ അവിടെയാണ് പ്രശ്നം. അവിടെയാണ്. അല്ല നിങ്ങൾ ഒന്ന് വിഷയം വിചാരിക്കുമ്പോ അവിടെയാണ് പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ മാന്യത കാണിക്കണം, മാന്യത ഉണ്ടാകണം. നമ്മളെ ഓരോ സ്ഥാനങ്ങളിൽ നമ്മൾ മാന്യത കാണിക്കണം. അതനുസരിച്ച് അതിനാണ് മുസ്തഫ നബി വന്നത്. അതനുസരിച്ചുള്ള സുന്നത്തൊക്കെ നമ്മളെ കയ്യിൽ വേണം താനും. അല്ലാതെ കേവലം സുന്നത്തിന്റെ ബാഹ്യമായ ഭാഗങ്ങൾ കാട്ടിയ നടന്നാൽ അത് ദീനിന് കുഴപ്പം മാത്രമേ ഉണ്ടാവൂ. ഈ ബാഹ്യമായ ഇതൊക്കെ ഭയങ്കര തെറ്റിദ്ധരിപ്പിച്ചവരായത്താ. ഇത് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഒരായത്താ. ദീനിന്റെ അസിൽ കയ്യിലില്ലാതെ ഉണ്ടാവും ചെയ്യാം, ഉണ്ടാകാതിരിക്കും ചെയ്യാം എന്ന് ദീനിന് വീക്ഷണമുള്ള കാര്യങ്ങളെ നമ്മളെ ഷിആറായി നടക്കുക. എന്നിട്ട് ദീനിന് അനിവാര്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുക. എന്നിട്ട് ദീനിനെ പറയിപ്പിക്കുക. നബിയെ തങ്ങൾ പറയുക, നബിയെ തങ്ങൾ പറയുക, ഖാല ഇബ്നു കസീർ ഹാദിഹിൽ ആയത്തുൽ കരീമ, ഈ ആയത്ത് ഹാക്കിമത്തുൻ അലാ കുല്ലി മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്, അള്ളാഹുവിന്റെ മഹബത്തിനെ, അള്ളാഹിനെ പ്രേമിക്കുന്നു എന്ന് വാദിക്കുന്ന എല്ലാ ആളുകളുടെ മേലും വിധി പറയുന്ന ആയത്താണിത്. വലൈസ ഹുവ, അവനല്ലതാനും അല ത്വരീഖത്തിൽ മുഹമ്മദിയ്യ ഫഇന്നഹു കാദിബുൻ ഫീ നഫ്സി ഫീ ദഅവാഹു ഫീ നഫ്സിൽ അംരി ഹത്താ യത്തബിഅ ശറഅൽ മുഹമ്മദി വദ്ദീൻ അന്നബവി ഫീ ജമീഇ അഖ്വാലിഹി വഅഫ്ആലിഹി. യാ അല്ലാഹ്, യാ അല്ലാഹ്. ഭയങ്കര വർത്താനം ഇബ്നു കസീർ, ഭയങ്കര വർത്താനം ഇബ്നു കസീർ ആണ് പറഞ്ഞത്. റളിയല്ലാഹു അൻഹു. എന്താ ഇബ്നു കസീർ തങ്ങൾ പറയുന്നത്? ചിന്തിക്കി, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്കി എന്താ പറയുന്നത്? ഒരാൾ അള്ളാഹുവിന്റെ മഹബത്തിനെ വാദിക്കുന്നു. ഒരാൾ അള്ളാഹിന്റെ മഹബത്തിനെ വാദിക്കുന്നു, പക്ഷേ വലൈസ ഹുവ, അവനല്ല അല ത്വരീഖത്തിൽ മുഹമ്മദിയ്യ, മുഹമ്മദി മാർഗത്തിലല്ല. അതായത് റസൂലുള്ളാഹ് അത്യാവശ്യമാക്കിയ കാര്യങ്ങളൊന്നും അവന്റെ ജീവിതത്തിൽ ഇല്ല. അതെന്താണ്? അത് കേവലം തലയിൽ കെട്ടുന്ന ആടിയല്ല, പിന്നെ എന്താക്കണത്? അവൻ അള്ളാനെ പ്രേമിക്കുന്ന ആളാണെങ്കിൽ ശറഈനോട് പൂർണ്ണമായി അവൻ എന്ത് ചെയ്യണം? പിൻപറ്റണം. ശറഈനോട് പിൻപറ്റണം. വാജിബ് വാജിബായി ഉണ്ടാകണം. മനസ്സിലാണ്ട് പറഞ്ഞത്? വാജിബ് വാജിബായി ഉണ്ടാകണം, സുന്നത്ത് സുന്നത്തായി ഉണ്ടാകണം, ഹലാലും ഹറാമ് ബോധം ഉണ്ടാകണം, വാജിബ് വാജിബായി ഉണ്ടാകണം. മനസ്സിലാണ്ട് പറഞ്ഞത്? അങ്ങാടി പിള്ളേര് 4 ആളുകള് ഇവിടെ ബാങ്ക് ജമാഅത്തും കൊടുക്കണ നേരത്ത് അങ്ങാടി പിള്ളേർ 4 ആൾ അവിടെ കളിച്ചാൽ ആർക്കും ഒന്നും പറയണ്ടാവൂല. ഒന്ന് നോക്കി എല്ലാരും പോവും. നേരെ മറിച്ച് 4 താടിയും തൊപ്പറയും തലയിൽ കെട്ടുള്ളവര് ഇവിടെ ജമാഅത്ത് ഇറക്കണ നേരത്ത് അവരവിടെ പുറത്ത് ചെറിയും കളിയും വർത്താനാണെങ്കിൽ ജനങ്ങൾ എന്താ പറയാ? പിന്നെ പറയും മനുഷ്യന്മാരെ, അവിടെ പിന്നെ ജനങ്ങൾ എന്താ പറയാ? പറയും മനുഷ്യന്മാരെ, മറ്റോലും തന്നെ മുസ്ലിമീങ്ങൾ തന്നെ, പക്ഷെ ഒരു അങ്ങാടി പിള്ളേരാണ്. ഇവിടെ ബാങ്ക് ജമാഅത്ത് നടക്കണ നേരത്ത് അവിടെ അപ്പുറത്ത് എന്ത് ചെയ്യുന്നുണ്ട്? പന്ത് കളിക്കുന്നുണ്ട്. എങ്കിൽ ആളുകളിൽ വല്ലാതെ ഒന്നും ശ്രദ്ധിക്കൂല. കുണ്ടന്മാർ അങ്ങനെ തന്നെ അല്ലെന്ന് വിചാരിച്ചു പോകും. ഒരാളോട് മിണ്ട പോലും ഇല്ല. അവരെ ആർപ്പ് വിളി ജമാഅത്തിന് ശല്യാണെങ്കിൽ മാത്രമേ വർത്താനം പറയുള്ളൂ, അല്ലേ? അവരെ ആർപ്പും വിളിയും ജമാഅത്തിന് എന്തായി? ഒരു ശല്യായാലേ വർത്താനം പറയുള്ളൂ. ഇല്ലെങ്കിൽ അതിനൊന്നും കൂടെ കുണ്ടന്മാരല്ലേ, അവര് പോകുമ്പോ പള്ളിക്കാരി നിസ്കരിച്ച് പോവുകയും ചെയ്യും. എന്നാലും അൽഹംദുലില്ലാഹ് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞ്, 1ാമത്തെ ഹാഫ് ടൈം കഴിഞ്ഞ്, അത് അല്ലെങ്കിൽ 2ാമത്തെ ഹാഫ് ടൈമും കഴിഞ്ഞ്, കളിയും കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ അവരൊക്കെ പള്ളിക്കാരി കുളിച്ചു പോയ അപ്പൊ അവിടെ അപ്പുറത്തിരിക്കണ വേറെ മുസ്ലിമായ മനുഷ്യൻ ഒരു ചായ പിടിച്ച് പോയിക്കോളെ മക്കളെ എന്ന് പറയും. എന്തുകൊണ്ട്? ഒരു പന്ത് കളിച്ചാലും എന്ത് മറക്കണില്ലല്ലോ, നിസ്കാരം മറന്നില്ലല്ലോ. നേരെ മറിച്ച് ഇവിടെ ജമാഅത്ത് നടക്കണ നേരത്തെ താടിയും തൊപ്പിയ തലയെക്കെട്ടുള്ള 4 ആൾ അപ്പുറത്ത് നിന്നാണ്ട് അങ്ങാടി നേരെ പള്ളിന്റെ അപ്പുറത്ത് നിന്നിട്ട് ചെറിയ കളി വർത്താനാണ് എങ്കിൽ എന്റെ നാട്ടുകാർ പറയാം
താടിക്കാരാണ്, സുന്നത്തുണ്ട്, നല്ല മനുഷ്യന്മാരാണ്, ഇവർ സ്വർഗത്തിൽ 1-ാം തട്ടിലാണെന്ന് അറിയാം. മനസ്സിലായവർ? ഇവിടെയാണ് പ്രശ്നം. അപ്പൊ അവന് വെറുതെ അള്ളാനെ പ്രേമിച്ചു എന്ന് പറഞ്ഞാൽ പോരാ, ശരീഅത്തിനോട് പൂർണ്ണമായി അവൻ എന്ത് ചെയ്യണം? താടി തൊപ്പറി മാത്രം ഉണ്ടായ പോരാ, ശരീഅത്തിനോട് പൂർണ്ണമായി അവൻ പിൻപറ്റണം. അതാണ് പറഞ്ഞത് നിങ്ങൾ എന്നെ പിൻപറ്റിക്കോളി എന്ന് പറഞ്ഞാ താടിന്റെ മീറ്റർ വെച്ച് അളന്നോളി എന്നല്ല അതിന്റെ അർത്ഥം. അതൊക്കെ ലാസ്റ്റ് വർത്താനാണ്. ശരീഅത്ത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതത് വാജിബാകണം. വാജിബ് ഒന്നാമതായി എന്താ വേണ്ട? വാജിബ് എന്തല്ല, സുന്നത്തല്ല. സുന്നത്തുള്ള പിടികൂടൂലല്ലോ. എന്തിനാ പേടിക്കേണ്ട ആവശ്യം? എന്തുണ്ടാണ്ട്? വാജിബ്. അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ നിങ്ങൾ ഇന്ന പിൻപറ്റിക്കോളി എന്ന് പറഞ്ഞാൽ ചില ആളുകളെ മാന വെക്ക, റസൂലുള്ളാഹിന്റെ സുന്നത്ത് ഹയാത്താക്കണതിന് മുമ്പ് വാജിബ് ഹയാത്താക്കണ്ടേ? വാജിബ് ഹയാത്താക്കിയിട്ടാണ് എന്ത് ഹയാത്താക്ക? സുന്നത്ത്. കാരണം സുന്നത്തിൽ പിടികൂടൂല. എന്തിനെ പിടികൂടുള്ളൂ? വാജിബില്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാം. 1 മിനിറ്റ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ. യാ അല്ലാഹ്, യാ അല്ലാഹ്, അതൊക്കെ ഭയങ്കരമാണ്. തഅസില്ലിലാഹ വഅൻത തുൽഹിറു ഹുബ്ബഹു ഹദാ അംരി ഫിൽ ഖിയാസി ബദിഉ ലൗ കാന ഹുബ്ബുക സാദിഖൻ ലാ തഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ എന്ന് ഇമാം വറാഖിന്റെ കവിതയാണത്. അള്ളാഹുവിന്റെ നീ എതിര് ചെയ്യുന്നു, അതേ സമയത്ത് ഹുബ്ബിനെ പ്രകടമാക്കുന്ന പ്രകടനങ്ങൾ തന്റെ പുറത്തുണ്ട്. ബാഹ്യമായ അള്ളാഹിനെ പ്രേമിക്കുന്നു അടയാളൊക്കെ എന്റെ പുറത്തുണ്ട്. പക്ഷേ കർമ്മങ്ങളിലൊക്കെ നീ ആർക്കെതിരാണ് ചെയ്യുന്നത്? അള്ളാഹ്ക്കെതിര്. വല്ലാത്ത ഒരു സംഗതി തന്നെയാണ്. താരതമ്യത്തിന് ഒരു അത്ഭുതകരമായതുകൊണ്ട് താരതമ്യം ചെയ്യാൻ പറ്റൂല. നീ അള്ളാനെ പ്രേമിക്കുന്നു എന്ന വാക്ക് സത്യമാണെങ്കിൽ വാജിബായിട്ട് നീ അള്ളാഹു തആലക്ക് എന്ത് ചെയ്യണ്ടേ? വഴിപ്പെടണ്ടേ. എന്തുകൊണ്ട്? ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതിഉ. ഞാനും നിങ്ങളും തമ്മിലൊരു വിഷയം ഉണ്ടായി എങ്കിൽ, ഞാൻ നിങ്ങളും തമ്മിൽ വിഷയം ഉണ്ടായി, ഞാൻ മൂല്യരാണ്, നിങ്ങൾ മൂല്യരല്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യേണ്ടത്? അതിൽ 50 ആണ്. 50 ഉറുപ്പ്യ നിങ്ങൾക്കും 50 ഉറുപ്പ്യ എനിക്കും. അപ്പൊ ഞാൻ എന്ത് പറയേണ്ടത്? മാഷേ 50 ഉണ്ടാവും, പക്ഷെ എനിക്ക് 40 കിട്ടിയാൽ മതി, നിങ്ങൾ 60 എടുത്താലേ. എന്റെ 40 കൊണ്ട് പിന്നെ അള്ളാഹ് 80 ആക്കും, 400 ആക്കി തരുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ അതാ പറയാം. നേരെ മറിച്ച് ഞാൻ തന്നെ വാദിക്ക, എന്ത് 60 ഇന്റേതാണെന്ന് വാദിക്ക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാനല്ലേ വിട്ടുവീഴ്ചയേണ്ടത്. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഏട്ടൻ അഞ്ചൻ, ഏട്ടൻ മൂല്യരാണ്, അഞ്ചൻ മൂല്യരല്ല. പാപ്പാനെ മുതൽ ഒഴിക്കുമ്പോൾ അഞ്ചൻ ചോദിച്ച്, കാക്ക എവിടെ നിങ്ങൾക്ക് വേണ്ടത്? എവിടെ ആയാലും വേണ്ടില്ലടാ, കാക്കാൻ കുട്ടിക്ക് വേണ്ട ഒക്കെ എടുത്താളി, ബാക്കി എന്താ ചെയ്യാൻ വെച്ചാളാ, അതൊന്നും സാരല്ല. എന്താണ് നമ്മൾ വാപ്പം വെച്ചില്ല, അതിലും മീനൊന്നും ഇല്ലല്ലോ, ഇനിയിപ്പോ അത് കിട്ടിയില്ല. മനസ്സിലാവണ്ട പറഞ്ഞത്? അതല്ലേ പറയേണ്ടത്. അത് പറഞ്ഞ എന്തായി? അപ്പൊ അവിടെ എന്തായി? ആ നാട്ടിൽ ആ ഒരൊറ്റ മൂല്യര് മതി. അവര് തീക്കാറ്റ് പോലെ നാടാകാൻ പരക്കും ഒരൊറ്റ മിനിറ്റ് കൊണ്ട്. നാട്ടുകാരൊക്കെ എന്ത് പറയും? അയാൾ ഏതായാലും നല്ല മനുഷ്യനാണ്. ഒരു മനുഷ്യന് കാര്യമായ പിടുത്തണ്ടാണ് സാധനമാണ് എന്ത്? അല്ലേ സത്യല്ലേ? അപ്പൊ നിങ്ങൾ ഓൻ പഠിച്ചവനാണ്, ഓനൊരു പഠിച്ച മനുഷ്യനാണ്, അപ്പൊ ഓനത് പിടുത്തല്ല, സാരല്ല. അഞ്ചനോട് പറഞ്ഞേ, കാക്കാനൊട്ടി കഴിച്ചിട്ട് ബാക്കിയുള്ളത് തന്നാളടാ, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അതിന് 4 ആളെ വിളിക്കും വേണ്ട. നമ്മൾ 2 ആൾ എന്തിനാ ആൾക്കാരെ വിളിക്കേണ്ട ആവശ്യം? നിനക്ക് എവിടെയാണ് വേണ്ടത്? കാക്കാനൊട്ടി എടുത്താളാ, ബാക്കിയുള്ളത് എനിക്ക് വെച്ചാളാ. അതിൽ നിന്ന് അള്ളാഹു തആല വളർത്തി കൊടുക്കൂലേ ഈ വിശ്വാസം ഉണ്ടെങ്കിൽ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന, ഇത് വയലറിയാനല്ലോ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാന വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
പെണ്ണുങ്ങളെ മുതലിനെ അവിടെ പോയിട്ട് അമ്മോശാക്ക മരിച്ചതിന് അന്ന് തന്നെ പോയിട്ട് 40 അന്ന് ചോറും കറിയും തിന്നിട്ടും പിരിഞ്ഞില്ല, ഇങ്ങനെ ചിറ്റ. മനസ്സിലായില്ല? ദിക്റ് കഴിഞ്ഞ് എല്ലാരും പോയി, എന്നിട്ട് ഇങ്ങനെ ചിറ്റ തന്നെ അവിടെ ഉണ്ട്. അന്ന് അവനോട് പോകാൻ തന്നെ പാടില്ലല്ലോ. അവ ആളിയാൻ വിളിച്ച്, ആളിയാ നിങ്ങളെവിടെ? ഇന്നത്തെ വിഷയം ഇന്നിപ്പോ 40 ചോറ് മാത്രല്ല, നമുക്ക് ഇതൊക്കെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കണം എന്നും കൂടി വിചാരിച്ച് ഞാൻ വിളിച്ചതാണ്. ആ സാരല്ല, അത് നിങ്ങളെ പെങ്ങളല്ലേ, ഓളെ പോറ്റാൻ ഞാൻ ഏതായാലും ഏറ്റതാണ്, പിന്നെ നിങ്ങൾ ഓളെ ആക്കനുസരിച്ച് കൊടുക്കാതിരിക്കുക ചെയ്തോളി എന്ന് ഇവനാണ് വിളിച്ചു പറഞ്ഞാൽ, അപ്പൊ ആ കൂടിയ മനുഷ്യന്മാരൻ അയാൾ ഏതായാലും അൽഹംദുലില്ലാ പഠിച്ചതനുസരിച്ച് തന്നെയാണ് പറയാ. അങ്ങനെയല്ലേ പറയാ? അവിടെ ആ ആള് ആരെ ദർജ ഉയർത്തി? അള്ളാന്റെ ദീന്റെ ദർജ ഉയർത്തിയില്ലേ മനുഷ്യന്മാരെ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? നേരെ മറിച്ച് അവിടെ അങ്ങനെ തിരിയ, പെണ്ണുങ്ങളെ മുതലിന് തിരിയ. പെണ്ണുങ്ങളെ മുതലിന് തിരിയേണ്ട ആവശ്യം നമ്മക്ക് എന്താ? ഓളെ പോറ്റേണ്ട ഓളെ മുതലല്ലല്ലോ, നമ്മളല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. പെണ്ണുങ്ങളെ മുതലിന് തിരിയരുത്, പെണ്ണുങ്ങളെ മുതലിന് തിരിയരുത്. ഓളെ പോറ്റേണ്ടത് ആരാണ്? പറ. ഓളെ ബാപ്പ മൂക്കിൽ പഞ്ഞച്ചാൽ നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചാണ് ഓളെ കെട്ടിയത്? അവളെ പോറ്റേണ്ടത് ആരാണ്? നമ്മളാണ്. അപ്പൊ അത്യാവശ്യം താടി തലയെ കെട്ടോ അല്ലെങ്കിൽ തൊപ്പിയോ നിസ്കാരത്താകുമ്പോഴുള്ള ഉലമാ ഉമറാപ്പെട്ട ഒരാളാണെങ്കിൽ അയാൾ അവിടെ പറയണ്ട എന്താ? അത് സാരല്ലടാ, നിങ്ങളെ വട്ടം പോലെ ചെയ്താളെ, നിങ്ങളെ പങ്ങൾക്ക് കുറച്ചു കൊടുത്താലും നിങ്ങൾക്ക് തന്നെ നഷ്ടം, ഏറെ കൊടുത്താൽ നിങ്ങൾക്ക് തന്നെ ലാഭം, എനിക്കതിമ ഒന്നുമില്ല. മനസ്സിലായോ? ആ ഒരൊറ്റ വാക്കുകൊണ്ട് അവൻ ദീനിന്റെ ഖദറിനെ ഉയർത്തി. അപ്പൊ അടുത്ത വളർന്ന തലമുറയോട് വല്യമ്മ പറയും, എന്ത് കുട്ടികളെ മോലിയരായിക്കോളി, മനുഷ്യനാണെങ്കിൽ മോലിയരാണ്. നേരെ മറിച്ച് അതിന്റെ ഇടയ്ക്ക് ബാക്കിയുള്ള കുട്ടികൾ എനിക്കും മോലിയരാണ് പോണോ, ഇവിടെ ഒരമുക്കിനെ കൊണ്ട് തന്നെ കുടുങ്ങിയിട്ടുണ്ട്, നിജം കൂടി മനുഷ്യനെ ഇറങ്ങാറാക്കല്ലേ, അങ്ങനെയല്ലേ അറിയാം? പറയും എന്താ നിങ്ങൾ നോക്കിയിരിക്കുക, അങ്ങനെയല്ലേ പറയാ? എന്താ നിങ്ങൾ വിചാരിച്ച് അങ്ങനെയല്ലേ പറയാ? ചെറിയ കുട്ടി വളർന്നു വരുന്ന കുട്ടി പറഞ്ഞാൽ എനിക്കും മൂല്യരാണെന്ന് ഉണ്ടാകുന്നോ? നേരെ മറിച്ച് ഒരു എഞ്ചിനീയർ ആകണം പോകുന്നപ്പോ പറഞ്ഞു, എടാ മനുഷ്യനാണെങ്കിൽ മൂല്യരാണ്, അതിന്റെ അളിയാക്കാനായിട്ട് കേട്ടോ, അയാളൊരു മനുഷ്യനാ. അപ്പൊ അവിടെ ദീനിന്റെ കതിർപട ആരോ ഉയർത്തി? ഈ ദീനിന്റെ ഷിയാറുള്ളവന്ന് ഉയർത്തി. ഇല്ലെങ്കിൽ ആ ഷിയാറ് കൊണ്ടിറക്കരുത്. ഇപ്പൊ ഇവിടെ ബാഹ്യമായ സുന്നത്തിന് കാട്ടിയിട്ടുണ്ട് ഓട്ടടക്കുക, അതവിടെയാണ് അവിടെയാണ് ഇവിടെയാണ്. ഒരുത്തന് 100% അക്കും ബാത്തിനുണ്ട്, ഒരു രോമം താടിമല്ല. എന്നിട്ട് എന്തേ? ഒരുത്തന് ഫുള്ള് താടിയ അക്ക ബാത്തിനുള്ള വർത്താനല്ല, എന്നിട്ട് എന്താ കാര്യം? പറഞ്ഞത് മനസ്സിലായില്ലേ? എന്നാ താടിക്ക് സുന്നത്തില്ലേ? തുണി ഉണ്ടെങ്കിൽ സ്വലിക്കെട്ട് സുന്നത്തുണ്ട്. മനസ്സിലായില്ല? താടി സുന്നത്തില്ലേ മോലിയാരെ? താടി സുന്നത്തില്ലേ മോലിയാരെ? തുണി ഉണ്ടെങ്കിൽ താടി സുന്നത്തുണ്ട്, തുണി കൊടുത്തിട്ടില്ലെങ്കിൽ പറ പിന്നെ താടി കിട്ടരുത്. അതിന് കോമാളി എന്നാ പറയാ. ഒക്കെ മനസ്സിലാക്കണം. പഠിച്ച തമ്പുരാന്റെ പൊരുത്ത അല്ലാഹു നമുക്ക് തരട്ടെ. ഓട്ടടക്കാൻ നടക്കണ്ടാവരും, ഓട്ടടച്ചിടുന്ന ഒരു കാര്യമല്ല. ഈ ദിക്റൊക്കെ ഇൽപ്പെട്ട തന്നെ, വേറെ ഏത് നേരം ദിക്ർ മാലമണി ഒക്കെ നല്ലല്ലേ ആണ്, പക്ഷെ അരക്കായി പറ്റൂല. പിന്നെ അതോടുകൂടെ ബാക്കിയുള്ള തീരുമാനിക്കുക എന്ത്? നമുക്ക് ഇനി ഏതായാലും ദിക്ർ അല്ലണ്ട, കാരണം ദിക്ർ അല്ലെന്നാലൊക്കെ നാശാണ് നമ്മൾ കാണുന്നത്. സത്യമല്ലേ നിങ്ങൾ പറയുന്നത്? സത്യല്ലേ? 100 ആളെ പറ്റി നിങ്ങളിത് കേൾക്കണതല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ദിക്ർ ചെല്ലുന്ന ഒരാൾ നിങ്ങളെ നാട്ടിൽ മോശമായ ജീവിതം നയിക്കുക, അവന്റെ അയൽവാസിയായ കുടുങ്ങി എങ്കിൽ ഒരു ദിക്റിന്റെ ഒരു ഏട് ഒരാൾക്ക് തന്നാൽ എന്ത് പറയും? നമ്മളെ അയമ്മൂട്ടി, നമ്മളെ തൊട്ടടുത്ത് വലിയ ദിക്റുള്ള അയമ്മൂട്ടിയാണ്, മോന്റെ ദിക്റുകൊണ്ട് 8-5 കൊല്ലമായി ഞാനും എൻ്റെ കുട്ടികളും സഹിക്കാണ്. അതുകൊണ്ട് ആ ദിക്റിന് തൽക്കാലം ഇങ്ങോട്ട് വേണ്ട, ഞങ്ങൾ ഇതുകൊണ്ടാണ് ഒപ്പിച്ച് പോയിക്കോളാം. മനസ്സിലാണ്ട് പറഞ്ഞത് ഇതന്നെ. നമ്മൾക്കൊരു കാര്യം, നമ്മൾ ഒരു മേലെണ്ണ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതനുസരിച്ച് ദീന് നമ്മളെ കയ്യിലില്ലെങ്കിൽ അവൻ പിൻപറ്റേണ്ടത് എന്തിനെയാണ്? ശരീഅത്തിനെയാണ്, അല്ലാതെ കേവലം സുന്നത്തിനല്ല. പിന്നെ അതിന്റെ മേലെ അതൊക്കെ വേണം. ആ അസ്ൽ എന്താ അവന്റെ കയ്യിലുണ്ടാകേണ്ടത്? ദീന്, അശ്ശരീഅത്തുൽ മുഹമ്മദിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നിന്റെ സ്വാലിഹ്യങ്ങളിലും മുത്തഖീങ്ങളിലും ഞങ്ങളെ നീ ചേർത്ത് തരണമേ റബ്ബേ. മുസീബത്തുകളെ നീക്കി തരണമേ റബ്ബേ. ഞങ്ങളെ ഉമ്മക്കുപ്പൊക്കെ പുറത്തു കൊടുക്കണമേ റബ്ബേ. ഈ ക്ലാസ്സിൽ പങ്കെടുത്തവർക്കെല്ലാം ഖൈറായ ദുനിയാവും ഖൈറായ ആഖിറവും നൽകണമേ റബ്ബേ. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് ഈ കാര്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് നൽകണമേ പടച്ചോനെ. ശരി എന്താണ്, തെറ്റ് എന്താണ്, അത് മനസ്സിലാക്കണം. ശരിയും തെറ്റും മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ദീനില്ല. ശരി ശരിയായിട്ടും തെറ്റ് തെറ്റായി മനസ്സിലാക്കുക, അതാണ് ദീന്. എന്നിട്ട് അന്യ സമുദായക്കാരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുക, അതാണ് ദീന്. അതാണ് മുത്തുനബി പഠിപ്പിച്ചത്. അത് ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണമേ റബ്ബേ. ഞങ്ങളെ സഹായിക്കണമേ അല്ലാഹ്. ആപത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കണമേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ.